بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بل تؤثرون الحياة الدنيا والآخرة خير وأبقى. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് സർവശക്തനായ അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ ഗഫൂറും റഹീമുമായ നാഥൻ നമുക്ക് പൊറുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസങ്ങളിലും നാം വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും കാണുന്നതും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ഒരു ഭാഗത്ത് കഴിവുണ്ടെന്നും ശേഷിയുണ്ടെന്നും അറിവുണ്ടെന്നും
വിചാരിക്കുന്ന മനുഷ്യൻ്റെ ദുർബലതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി, എന്തും ഒരു വൈകാരിക തലങ്ങളിലേക്കെത്തി, എന്തും ആർക്കും എത്തിക്കാനും കാണാനും കേൾക്കാനും ഒരു മടിയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്ന കാര്യങ്ങളും. ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഒരു ചെറുപ്പക്കാരനെ ഒരു വന്യജീവി ആക്രമിക്കുന്നതും മരണത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ പല ആളുകളിലൂടെ കാണാനും കേൾക്കാനും അറിയാനും കഴിഞ്ഞവരാണ് നമ്മളൊക്കെ. ഒരു മനുഷ്യൻ്റെ ദുർബലത അതെവിടെയാകട്ടെ, ഏത് പ്രദേശങ്ങളിലാകട്ടെ, എത്ര കഴിവുള്ളവനും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമെത്തുമ്പോൾ, റബ്ബ് നിശ്ചയിച്ച സമയത്തിലേക്ക് എത്തുമ്പോൾ അവൻ്റെ എല്ലാ കഴിവും അവസാനിക്കുകയാണ്. വൽ തഫത്തി സാഖ് ബിസാഖ്, അതെവിടെ വെച്ചാണ് ഒരു മനുഷ്യൻ്റെ അന്ത്യം സംഭവിക്കുന്നതെങ്കിലും മരണത്തിൻ്റെ മുമ്പിൽ തൻ്റെ കണങ്കാൽ മറ്റേ കണങ്കാലുമായി കൂട്ടിച്ചേർത്ത് കിടന്നു കൊടുക്കുമെന്ന്, അങ്ങനെ കൊടുക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ ലോകത്തെല്ലാ മനുഷ്യരും ആ നിലക്കാണ് മരണത്തെ സ്വീകരിക്കുന്നത്. ഒരു ഭാഗം അതാണ് സഹോദരങ്ങളെ. മറുഭാഗത്തോ മനുഷ്യൻ തീരെ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഏതെങ്കിലും ഒരു നിലക്ക് ഒരാൾക്ക് വേണ്ടി ദയനീയ രംഗങ്ങൾ കാണുമ്പോൾ തനിക്ക് ഏതൊക്കെ നിലക്ക് അള്ളാഹുവിനോടൊരു പ്രാർത്ഥിക്കാനെന്ന സന്മനസ് പോലും നഷ്ടപ്പെട്ടു പോയി. എന്തും എൻ്റെ കയ്യിലുള്ള മൊബൈലുകളിൽ ക്യാമറകളിൽ ഒപ്പിയെടുത്ത് ഇതാർക്കൊക്കെ എത്തിക്കാൻ കഴിയുമോ എന്നതിൻ്റെ തിരക്കിലാ മനുഷ്യരൊക്കെ. ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ സ്വന്തം മക്കൾ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും മരണരംഗം ക്യാമറയിൽ പകർത്തി ആളുകൾക്ക് അതെല്ലാ നിലക്കും എത്തിക്കാൻ എങ്ങനെ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അലിവും കരുണയും സ്നേഹവും എല്ലാം ഓരോ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതവും നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ ചിത്രങ്ങളും. പ്രിയപ്പെട്ടവരെ, നാം വ്യത്യസ്തരായിരിക്കണം. എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പോലെയല്ല നാം ജീവിക്കേണ്ടത്. നാം മുസ്ലിമാണ്. റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അക്കമിട്ട് മറുപടി പറയേണ്ടി വരുമെന്നുള്ളൊരു ബോധം എല്ലാ സമയത്തും നമ്മൾക്കുണ്ടായിരിക്കണം. എത്രത്തോളം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചുവല്ലോ, ഏത് മനുഷ്യനാകട്ടെ ലാ തസൂലു ഖദമ ഇബ്നി ആദം യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹ് എല്ലാവരോടും ചോദിക്കും ഖിയാമത്ത് നാളിൽ. ആ 5 എണ്ണത്തിനും കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ ആളുകളെ കളിയാക്കാനും അതല്ലെങ്കിൽ ആളുകളോട് ഏത് നിലക്കുള്ള ചതി കാണിക്കാനും എല്ലാ നിലക്കും രക്ഷപ്പെടാനും എല്ലാവർക്കും കഴിയും. പക്ഷേ പടച്ച റബ്ബിൻ്റെ ഖിയാമത്ത് നാളിലേക്ക് അങ്ങ് എത്തുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ വിചാരണക്ക് ഉത്തരം കൊടുക്കാതെ ഒരാൾക്കും വെച്ചകാലനക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവനോട് ചോദിക്കും അൻ ഉംരിഹി, നിനക്ക് കുറേ ആയുസ് തന്നല്ലോ, ഫീമ അഫ്ന, ആയുസ്സിൽ നിനക്ക് എത്ര കാലം നീ ജീവിച്ചു ഈ ഭൂമിയിൽ, ആ ആയുസ്സൊക്കെ എന്തിനു വേണ്ടിയാ നീ നശിപ്പിച്ചത് എന്ന് അള്ളാഹ് ചോദിക്കും. അല്ലേ, അള്ളാഹുവിൻ്റെ ചോദ്യമാണത്. എന്തായിരിക്കും സഹോദരന്മാരെ സഹോദരിമാരെ പറയാനുണ്ടാവുക ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക്? അല്ലേ, നേരം വെളുക്കുമ്പോൾ തന്നെ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓടിപ്പോവുകയാണ് തൻ്റെ മൊബൈലിൻ്റെ ഭാഗത്തേക്ക് ഒരാൾ. എന്തിനാ? ഉറങ്ങാൻ കിടന്നത് മുതൽ ഈ എഴുന്നേൽക്കുന്നത് വരെ എത്ര മെസ്സേജുകൾ എൻ്റെ വാട്സപ്പിൽ വന്നു, ഫേസ്ബുക്കിൽ വന്നു, മെയിലുകളായി വന്നു, മെസ്സേജുകളായി വന്നു. അതവിടെ മുതൽ തുടങ്ങി പിന്നെ ഉറങ്ങുന്നത് വരെ എത്രായിരം ആളുകളുടെ അതിൽ ഗീബത്തുണ്ട്, നമീമത്തുണ്ട്, ഹറാമുകളുണ്ട്. അതേ ആ നിലക്കുള്ള കേൾക്കേണ്ടതും കാണേണ്ടതും എല്ലാം ഹറാമായി പോയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു വിഭാഗം ജീവിക്കുന്നു.
മറ്റൊരാളോ ഹറാമിൻ്റെതായ സമ്പാദ്യങ്ങളുടെ ആദ്യ തിരക്കിലാണവൻ. എങ്ങനെയാണെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കണം. അതാരെ പറ്റിച്ചാണെങ്കിലും, ആരെ ചതിച്ചാണെങ്കിലും, ആരോട് കളവ് കാണിച്ചിട്ടാണെങ്കിലും, അതേത് ജോലിയാണെങ്കിലും അള്ളാഹ് അനുവദിച്ച ആയുസ് മുഴുവനും റബ്ബിന് പൊരുത്തമില്ലാത്ത മാർഗത്തിൽ കാണാനും കേൾക്കാനും പറയാനും ചെയ്യാനും ഉപയോഗപ്പെടുത്തിയ ആളുകളോടും അള്ളാഹ് ചോദിക്കും, തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? മറുപടി പറയാൻ കഴിയണം സഹോദരന്മാരെ, സഹോദരികളെ. നമ്മൾക്കൊക്കെ ഏത് സമയത്തും നമ്മൾ കണ്ടില്ലേ, റബ്ബിൻ്റെ തീരുമാനം ഏത് സമയത്തും വരാൻ നമ്മൾക്ക്. ആരും ഇന്ന് വ്യാഴം രാത്രിയാണ്, നാളെ വെള്ളിയാഴ്ച പകലിൽ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് എന്ന് ഒന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ. ചിന്തിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക്? അള്ളാഹുവിൻ്റെ ചോദ്യത്തിൽ നിന്റെ ആയുസ് എന്തിനു വേണ്ടി നശിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശരാശരി 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് നമ്മുടെയൊക്കെ അന്ത്യമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ അതിൻ്റെ പകുതിയോളം കഴിഞ്ഞു, 3/4 ഭാഗത്തോളം കഴിഞ്ഞു. പക്ഷേ റബ്ബിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരമെന്നോണം പറയാൻ ഒരു അമല് പോലും ചെയ്യാൻ പല ആളുകൾക്കും ഉണ്ടാകുന്നില്ല. ചോദിക്കുന്നു റബ്ബ് വീണ്ടും, വഅൻ ഷബാബി, അല്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണത്. അവൻ്റെ യൗവനത്തെക്കുറിച്ച്, യൗവനപ്രായത്തെക്കുറിച്ച്. ഫീമ അബ്ല, അതെന്തിനു വേണ്ടിയാ നുരിമ്പിച്ചു പോയത് എന്ന്. എല്ലാം ചെയ്യാൻ കഴിയുന്ന ഇബാദത്തുകളൊക്കെ ഏറ്റവും നല്ല നിലക്ക്, എല്ലാ നിലക്കും അല്ലാഹു തആല ഏത് രീതിയിലാണോ ചെയ്യാൻ പറഞ്ഞത് ആ നിലക്കൊക്കെ നമസ്കരിക്കാനും നോമ്പെടുക്കാനും ഹജ്ജ് ചെയ്യാനും ഉംറ നിർവഹിക്കാനും എല്ലാ അമല് ചെയ്യാനും ഏറ്റവും കൂടുതൽ കരുത്ത് ലഭിക്കുന്ന പ്രായം യൗവനം. ആ സമയത്തെ ഇബാദത്തിന് പ്രായമുള്ള കാലത്തെ ഇബാദത്തിനേക്കാളുള്ള ശ്രേഷ്ഠതയും. എന്തുകൊണ്ടാ? ആളുകളൊക്കെ നാട്ടിൽ സാധാരണ നമ്മൾ കാണാറുള്ളത്, പ്രായമെത്തിക്കഴിയുമ്പോൾ പള്ളി വിട്ട് വീട്ടിലേക്ക് പുറത്തു പോകില്ല. സുബഹിൻ്റെ ബാങ്ക് കേൾക്കാൻ കാത്തിരിക്കുന്നു പ്രായമുള്ള ആളുകൾ. എന്തുകൊണ്ട്? രാത്രി ഉറക്കം വരുന്നില്ല, പല അസുഖങ്ങൾ കാരണത്താൽ ഉറക്കമില്ല. ഒന്ന് ബാങ്ക് വിളിച്ചെങ്കിൽ പള്ളിയിലേക്ക് പോകാമായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ്, അല്ലേ? പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞാലും വീട്ടിലേക്ക് പോകുന്നില്ല. അവർക്ക് ആ സമയത്ത് നമസ്കാരത്തോട് താല്പര്യമുണ്ട്, പള്ളിയോട് ഇഷ്ടമുണ്ട്. പക്ഷേ സുജൂദിൽ കൃത്യമായി അവയവങ്ങൾ വെക്കാൻ പോലും കഴിയാത്ത ഒരു സമയം, മുട്ടുമടങ്ങാത്ത, അതല്ലെങ്കിൽ നെറ്റി കുറേ നേരം നെറ്റിത്തടം സുജൂദിൽ ആ നിലക്ക് വെക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ. ആരോഗ്യമുള്ള സമയത്തോ കാലുകൾ മടക്കാനും മുട്ടുകൾ മടക്കാനും നെറ്റിത്തടം റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിലേക്ക് പോയിക്കൊണ്ട് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാനും അതേപോലെ ദീനീ രംഗത്ത് പ്രവർത്തിക്കാനുള്ള കരുത്തും കഴിവും ശേഷിയുമുള്ള തൻ്റെ യൗവനപ്രായത്തിൽ ആ ഇബാദത്തുകളിലേക്കോ അതല്ലെങ്കിൽ റബ്ബിന് പൊരുത്തമുള്ള മാർഗത്തിലേക്കോ ഒന്നും പോകാതെ സഹോദരന്മാരെ കളിയുടെ പിന്നാലെ, തമാശകളുടെ പിന്നാലെ, വിനോദത്തിൻ്റെ പിന്നാലെ പോയി യൗവനപ്രായം നശിപ്പിച്ചു കളഞ്ഞ ആളുകളോടും അള്ളാഹ് ചോദിക്കും, നിന്റെ യൗവന സമയം നീ എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചത് എന്ന്. ആണിനോടും ചോദിക്കും, പെണ്ണിനോടും ചോദിക്കും. ഈ ഹദീസിൻ്റെ ആമുഖമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതാ, ഒരു മനുഷ്യൻ പോലും ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പരലോകത്ത് മുന്നോട്ടേക്ക് പോകില്ല. ഇതേപോലെ തന്നെ മൂന്നാമതായി ചോദിക്കുന്നവനോട് വഅൻ മാലിഹി, അവൻ്റെ ധനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അവൻ്റെ ധനത്തെക്കുറിച്ചും ചോദിക്കുന്നു. എന്താണ് ആ ധനത്തെക്കുറിച്ച് ചോദിക്കുന്നത്? മിൻ ഐനക്തസബ്തഹു, എവിടുന്നാടോ ഈ മുതലുണ്ടാക്കിയത്? നിന്റെ സമ്പത്ത് നീ ശേഖരിച്ചത്, ഈ സമ്പാദ്യം നീ ഒരുമിച്ച് കൂട്ടിയത് ഏത് വഴിയിലൂടെയാണ്? പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക്? അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഹറാമിൻ്റെ മുതലുമായിട്ട് നാം എത്ര സമ്പാദിച്ചാലും, എത്ര വലിയ വീടെടുത്താലും, എത്ര വലിയ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും റബ്ബിൻ്റെ അടുക്കലേക്ക് നാം ഉയർത്തുന്ന കൈകൾ, ആ നിലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ആ നിലക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മുടെ തലക്ക് മുകളിലേക്ക് ഉയരുന്നതല്ല. അല്ലാഹു തആല അത്തരം ആളുകളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതല്ല. കുടിച്ചതും തിന്നതും ധരിച്ചതും ഹറാമിലായി പോയിട്ടുണ്ട്. മക്കളെ തീറ്റിച്ചതും മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നതും നാട്ടിൽ വീട് നിർമ്മിച്ചതും മക്കളുടെ കല്യാണങ്ങൾ കഴിപ്പിച്ചതും അതേപോലെ തന്നെ മക്കളുടെ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതും എല്ലാം തന്നെ റബ്ബിന് പൊരുത്തമില്ലാത്ത പണം കൊണ്ടാണ്, അല്ലേ?
എത്രയോ ആളുകളുടെ വിയർപ്പിൻ്റെ അംശങ്ങൾ നിന്റെ ധനത്തിലും കടന്നുപോയിട്ടുണ്ട്. നിന്റെ തൊഴിലാളിക്ക് ലഭിക്കേണ്ട പണം അതിലുണ്ട്. നിന്റെ മുതലാളിക്ക് ലഭിക്കേണ്ട ലാഭത്തിൻ്റെ വിഹിതങ്ങളും നിൻ്റേതായ അക്കൗണ്ടിലേക്ക് നീ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ആ നിലക്കുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹറാമിൻ്റെ സമ്പാദ്യങ്ങളുമായിട്ട് നീ ഏത് നിലക്ക് സമ്പാദിച്ചുവോ അതല്ല, നീ മുതൽ ഏത് വഴിയിലൂടെ ശേഖരിച്ചുവോ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നിലക്കും നിനക്ക് രക്ഷപ്പെടാൻ കഴിയാതെ, അതിൻ്റെ ഉത്തരം നൽകാതെ നിനക്ക് ആ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നാലാമത്തെ ചോദ്യം, വഫീമ അൻഫഖ. ധനം ശേഖരിക്കുന്ന വഴി നന്നായാൽ പോരാ, ഏത് വഴിയിലേക്ക് നിൻ്റെ ധനം നീ ചെലവഴിച്ചു, ഏത് വഴിയിലേക്ക് പോയി, രണ്ടും ക്ലിയർ ആയിരിക്കണം. വരുന്ന റൂട്ടും ക്ലിയർ ആകണം. നീ ഹലാലിലൂടെ സമ്പാദിച്ചു, പക്ഷേ ചെലവഴിച്ചതോ ധൂർത്തിനും പൊങ്ങച്ചത്തിനും കിബറിനും, അതേപോലെ തന്നെ ആളുകൾക്ക് മുമ്പിൽ ഞാൻ വലിയവനാണ് എന്ന് അറിയിക്കാനും, ആ നിലയ്ക്ക് റിയാഇന് വേണ്ടിയും ആളുകൾ കേൾക്കട്ടെ എന്ന സുമഅത്തിന് വേണ്ടിയും ആ നിലക്കുള്ള മാർഗങ്ങളിലേക്ക്, ഹറാമിൻ്റെ മാർഗത്തിലേക്കും നീ ചെലവഴിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് നിൻ്റെ പണം എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫുകാരൻ്റെ പണമ ഈ വഴിയിലേക്കൊക്കെ എത്തുന്നത്. ഏത് തോന്നിവാസത്തിനും നാട്ടിൽ ലീവിന് പോകുന്ന പ്രവാസി പണം കൊടുക്കുകയാ. എന്തേ? ആളുകളെ വെറുപ്പിക്കാതെ തൻ്റെ ലീവിൻ്റെ സമയം കഴിഞ്ഞ് സുരക്ഷിതമായി നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കയറി വരണം. അത് ഹലാലിലേക്കാണോ ഹറാമിലേക്കാണോ? ഷിർക്കിന് കൊടുക്കുന്നവർ, കുഫ്രിയത്തിന് കൊടുക്കുന്നവർ, തോന്നിവാസങ്ങൾക്ക് കൊടുക്കുന്ന ആളുകൾ അല്ലേ? ഈ നിലക്കൊക്കെ റബ്ബിന് പൊരുത്തമില്ലാത്ത വഴിയിലേക്ക് പണം നീക്കി വെക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓർക്കണം, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അള്ള തന്ന ഈ പണത്തിൻ്റെ കണക്ക് ഞാൻ അവതരിപ്പിക്കേണ്ടി വരുമെന്ന ഒരു സമയം എനിക്കുണ്ട് എന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. അവസാനത്തെ ചോദ്യം, വമാദാ അമില ഫീമ അലിം. അള്ള ചോദിക്കുകയാണ്, നീ കുറേ കാര്യങ്ങൾ അറിഞ്ഞില്ലേ, നീ എന്താ ചെയ്തത്? കുറേ പഠിച്ചു, ഒരുപാട് ക്ലാസ്സുകളിലൂടെ നീ കുറേ ഉപദേശങ്ങൾ കേട്ടു, ഒരുപാട് ലേഖനങ്ങളിലൂടെ നീ കുറേ വായിച്ചു അല്ലേ? സീഡികൾ കാണുന്നതും കേൾക്കുന്നതും നീ ഉപയോഗിച്ചു. ആളുകളോട് തർക്കിക്കുമ്പോൾ നിന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ആളുകളോട് വാചാലമായി നീ സംസാരിക്കുന്നു. ആളുകൾക്ക് അഖീദയെക്കുറിച്ച് നീ എല്ലാ നിലക്കും അവരോട് തർക്കങ്ങളും അതല്ലെങ്കിൽ ഉപദേശങ്ങളും നടത്തി സത്യമായ സന്ദേശങ്ങളൊക്കെ അവർക്ക് നീ എത്തിച്ചു കൊടുക്കുന്നു. എല്ലാവരും പണ്ഡിതന്മാരെന്നോ അറിവുള്ളവരെന്നോ ഒരാളെയും പ്രിയപ്പെട്ടവരെ നാം മാറ്റി നിർത്തേണ്ടതില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് ദീനിനെക്കുറിച്ച് അറിയില്ലേ? ആ അറിയുന്നതിനെക്കുറിച്ച് അള്ള ചോദിക്കുന്നത്. അറിയുന്ന വിഷയത്തിൽ നീ എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനും കഴിയില്ല. ഈ 5 കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറഞ്ഞേ പറ്റൂ. ലോകം ഓരോ ദിവസങ്ങൾ കഴിയും തോറും നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യത്വം പോയിക്കൊണ്ടേയിരിക്കുന്നു. ലജ്ജ നഷ്ടപ്പെടുന്നു അല്ലേ? കന്നുകാലിയെപ്പോലും ലൈംഗികമായി പീഡിപ്പിച്ച് ചെറുപ്പക്കാർ അറസ്റ്റിലായത് നമ്മൾ വായിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും. എത്രയാളുകൾ സ്വന്തം ഉമ്മ കുളിക്കുന്നത് 6 മാസത്തോളം മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് തൻ്റെ കൂട്ടുകാർക്ക് അതിൻ്റെ സീഡി വിറ്റ മക്കൾ നമ്മുടെ ലോകത്ത് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വന്തം മകൻ്റെ കൂട്ടുകാരനോടൊപ്പം ഒളിച്ചോടിയ മുസ്ലിം വീട്ടിലെ ഉമ്മമാരുടെ കഥകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രയാസത്തോടു കൂടിയാണെങ്കിലും നമ്മൾക്ക് വായിക്കേണ്ടി വരുന്നു അല്ലേ? ഇതാണ് ലോകത്തിൻ്റെ കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മാറി ചിന്തിച്ചേ മതിയാവുകയുള്ളൂ. ഞാൻ എത്രമാത്രം അമലുകളുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞാൻ അടുക്കുന്നു എന്ന ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. പണത്തിൻ്റെ പിന്നാലെയാ എല്ലാവരും ഓടുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വഴക്ക്, കൂട്ടുകെട്ട് പരസ്പരം തകർന്നു പോകുന്നത് എല്ലാം സമ്പത്തിൻ്റെ പേരിൽ. പണമുണ്ടോ? ആ ഭർത്താവിന് ഭാര്യയ്ക്ക് ആവശ്യമാണ്, ആ ഭാര്യയെ ഭർത്താവിന് ആവശ്യമാണ്. അത്തരം കൂട്ടുകാരെയാണ് മറ്റുള്ള ആളുകൾക്കും ആവശ്യം. സമ്പത്തിൻ്റെ പേരില ഓരോരുത്തർക്കും മഹല്ലിൽ പോലും നമ്മുടെയൊക്കെ നാടുകളിലും ഇവിടെയും എല്ലായിടത്തും വിലയുണ്ടാകുന്നത്. പണമില്ലാത്തവൻ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ആ വ്യക്തിയെ ഒരാൾക്കും ആവശ്യമില്ല അല്ലേ? അള്ള പറയുന്നു, ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വചനത്തിലൂടെ, മനുഷ്യരെ ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, നിങ്ങൾ നൽകുന്ന പ്രാധാന്യങ്ങളൊക്കെ ഈ ദുനിയാവിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്. ഏതാണ് ഈ ദുനിയാവ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഒരാൾ സമുദ്രത്തിലേക്ക് തൻ്റെ കൈവിരൽ മുക്കി ആ കൈവിരൽ പുറത്തേക്കെടുക്കുമ്പോൾ ആ വിരലിൻ്റെ അറ്റഭാഗത്ത് വിരലിൻ്റെ താഴ്ഭാഗത്ത് തള്ളിപ്പിടിച്ചിരിക്കുന്ന വെള്ളം എത്രയുണ്ടോ ആ വെള്ളത്തിൻ്റെ കണികയോളം മാത്രമേ ഈ ദുനിയാവ് ആ നിലയ്ക്ക് അള്ളാഹു ഈ ദുനിയാവിനെ എണ്ണിക്കണക്കാക്കുന്നുള്ളൂ. ഒരു വെള്ളത്തുള്ളിയുടെ അത്രമാത്രം വില ഈ ദുനിയാവിന് അള്ളാഹ് നൽകുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്, നിങ്ങളുടെ നിസ്കാരം ഒഴിവാക്കുന്നത്, നോമ്പൊഴിവാക്കുന്നത്, അമലുകൾ ഒഴിവാക്കുന്നത് അല്ലേ, ഈ ദുനിയാവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിൻ്റെ പിന്നാലെ ഓടുന്ന സമയങ്ങളിലാണ്. പക്ഷേ മനുഷ്യരെ നിങ്ങൾ അറിയണം, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, മനുഷ്യ ആഖിറമാണ്, പരലോകമാണ് നിനക്ക് ഏറ്റവും ഉത്തമമായത്, എന്നെന്നും അവശേഷിക്കുന്നത്. ആഖിറത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ ഒരാളും പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ ഉപദേശമാണ്. ഒരുപാട് തവണ നിങ്ങൾ അയ്യുള്ളവൻ തന്നെ കേൾപ്പിച്ചതാ, മറ്റു പല വേദികളിലും നിങ്ങൾ കേൾക്കുന്നതാ അല്ലേ. ആഖിറത്തിന് നഷ്ടപ്പെടുത്തിയിട്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ അവർ മനസ്സിലാക്കണം, കുറേ നോട്ട് കെട്ടി സമ്പാദിച്ച് കുറേ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാക്കി അവിടെയൊക്കെ ധനം ശേഖരിച്ചു വെച്ച ആ മനുഷ്യനും മരിക്കുമ്പോൾ അവനും അറിയണ്ടേ, തൊട്ടപ്പുറത്തെ ഖബറിൽ കിടക്കുന്ന പണിക്കാരൻ അത് ഏത് നിലക്കാണ് അവൻ ഖബറിലേക്ക് അവനെ ആളുകൾ കിടത്തുന്നത്, അതുപോലെ തന്നെയാ എന്നെയും കിടത്തുന്നത്. ഞാൻ വലിയ സമ്പന്നനാണെന്ന് കരുതിക്കൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേകമായ ഖബറില്ല, ആ ഖബറിലേക്ക് പ്രത്യേകമായത് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ എൻ്റെ നോട്ടുകെട്ടുകൾ ഖബറിലേക്ക് എൻ്റെ കൂടെ വെച്ചാലും എനിക്കവിടെ ഒന്നും രക്ഷ കിട്ടുകയുമില്ല അല്ലേ. നിൻ്റെ കൂടെ നിൻ്റെ കുടുംബമുണ്ട്, നിൻ്റെ ഖബർ വരെ, അതേപോലെ നിൻ്റെ ധനവും നിൻ്റെ ഖബർ വരെ വരാം, നിൻ്റെ അമലും വരാം. പക്ഷേ നിൻ്റെ കൂടെ ഖബറിൽ അവശേഷിക്കുന്നത് നിൻ്റെ അമലുകൾ മാത്രമായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അമലുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്തേ അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയാത്തത്? ആളുകൾ പറയുന്നത് ജോലി ചെയ്ത് ക്ഷീണിച്ചു പോയി, അതുകൊണ്ടാണ് എനിക്ക് നിസ്കരിക്കാൻ കഴിയാത്തത്, അതുകൊണ്ടാണ് പള്ളിയിൽ പോകാൻ കഴിയാത്തത്. എന്തേ നീ ദാനം നൽകാത്തത്? ആളുകൾ ഏതാവശ്യത്തിനും റബ്ബിൻ്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചാലും, പാവപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ചോദിച്ചാലും, അതേപോലെ ദീനീ രംഗത്ത് ഏത് വിഷയത്തിലും നിന്നെ സമീപിച്ചാലും നീ പറയുന്ന മറുപടി നിൻ്റെ കച്ചവടത്തെക്കുറിച്ചാ. നിനക്ക് സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ സ്വതക്കയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനെക്കുറിച്ച് നീ ചർച്ചകൾ ചെയ്യുന്നു, അതുകൊണ്ട് ആ സ്വതക്കയിൽ നിന്ന് നീ മാറുന്നു. നിനക്ക് ദാനം ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല, സക്കാത്ത് കൊടുക്കാൻ സമയം ലഭിക്കുന്നില്ല, ഹജ്ജിന് പോലും കഴിവുണ്ടായിട്ടും സമയം ലഭിച്ചിട്ടില്ല നിനക്ക് ചെയ്യാൻ അല്ലേ. എന്തിനാ? ദുനിയാവിൻ്റെ തിരക്കിൻ്റെ പിന്നാലെ നീ ഓടുകയാണ്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ പറയുന്നത്, മനുഷ്യ ആ നിലക്കല്ല നീ ശ്രദ്ധിക്കേണ്ടത്, നിൻ്റെ ഖബറിൽ ഈ അമലേ ഉണ്ടാവുകയുള്ളൂ, നിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകില്ല, അതൊക്കെ നിൻ്റെ അനന്തരാവകാശികൾ, അതൊക്കെ ആ മുതലും കൊണ്ട് അവർ പോകും. നീ നിനക്ക് വേണ്ടി എന്ത് ശേഖരിച്ചു എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. അമലുകൾ വളരെ കുറവാണ് നമ്മൾക്കൊക്കെ. എന്ത് അമൽ എനിക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം, ലൽ ഫഖ്റു അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളെ പേടിക്കുന്നത്, എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് അവർക്ക് ദാരിദ്ര്യം പിടികൂടുന്നതല്ല എനിക്ക് പേടി, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ പല സമുദായങ്ങൾക്കും റബ്ബ് വിശാലമായി ഈ ദുനിയാവിൻ്റെ സുഖങ്ങൾ നൽകിയതുപോലെ നിങ്ങൾക്കും ആ സുഖങ്ങൾ ലഭിക്കപ്പെടുന്നതാണ് എനിക്ക് പേടി. എന്തിനാ? ഫതനാഫസുഹ കമാ തനാഫസുഹ വതുഹ്ലികുകും കമാ അഹ്ലക്തുഹും. മുൻകാലത്തെ ആളുകൾക്ക് ഈ സുഖങ്ങളൊക്കെ ലഭിച്ചപ്പോൾ ആ സുഖങ്ങളിൽ ദുനിയാവിന് വേണ്ടി അവർ പരസ്പരം മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. സുഖങ്ങൾ കൂടുമ്പോൾ അതവൻ അവസാനിപ്പിക്കില്ല, അത് പിന്നീട് കൂടുതൽ കിട്ടാൻ വേണ്ടി എല്ലാ വഴിയിലൂടെയും അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവസാനമോ ആ പൂർവ്വകാല സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും അതിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെടുമോ എന്ന് എനിക്ക് പേടിയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഇത്.
പ്രവാസത്തിലേക്ക് കയറി വരുമ്പോൾ കയ്യിലൊന്നുമില്ലാത്ത സമയത്ത് പടച്ച റബ്ബിനോട് എല്ലാ നേരങ്ങളിലും നടന്നും ഇരുന്നും കിടന്നും പ്രാർത്ഥിച്ച മനുഷ്യൻ, നാഥ കടക്കണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, നീ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അള്ളാഹിനോട് എല്ലാ സമയത്തും പറയുന്നു. ഉംറകളിൽ, നമസ്കാരങ്ങളിൽ, അതേപോലെ തന്നെ എല്ലാ നേരങ്ങളിലും യാത്രകളിൽ പോലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി കയ്യിലേക്ക് പണം തന്നില്ലേ നിൻ്റെ? അല്ലേ, വന്ന സമയത്ത് നീ വാങ്ങിയ സാലറി എത്രയാണ്? ഈ സമയത്ത് നീ വാങ്ങുന്നത് എത്രയാണ്? ആദ്യകാലങ്ങളിൽ നീ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം എത്രയുണ്ട്? സുഖങ്ങൾ കൂടുമ്പോൾ, സൗകര്യങ്ങൾ കൂടുമ്പോൾ അള്ളാഹുവിൽ നിന്ന് എത്രത്തോളം സുഖങ്ങൾ ലഭിക്കുന്നുവോ അത്രത്തോളം റബ്ബിൽ നിന്ന് പിന്നിലേക്കാണ് ആളുകൾ പോകുന്നത്. എന്തേ തിരക്കിലാണവൻ? എന്തിൻ്റെ തിരക്കിലാ? ഇബാദത്തിൻ്റെ തിരക്കിലാണോ? അതല്ല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയുടെ ആ തിരക്കിലാണോ പ്രിയപ്പെട്ടവരെ? അല്ല, അള്ളാഹുവിന് വെറുപ്പുള്ള മാർഗങ്ങളിലേക്ക് പോലും അവന് ബിസിയായിക്കൊണ്ടേയിരിക്കുകയാണ്. നോക്കാൻ നേരെയില്ല. അല്ലേ, സഅലബ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചതാ. നിരന്തരമായി സഅലബ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, റസൂലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പണത്തിന് വേണ്ടി. റസൂലുള്ളാ പറഞ്ഞു, നീ എന്നെക്കൊണ്ടത് പ്രാർത്ഥിപ്പിക്കരുത്, അത് പ്രയാസമായി തീരും. അല്ല റസൂലേ, എനിക്ക് മുതലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു. സഅലബക്ക് കുറേ മുതലുണ്ടായി. ആടുമാടൊട്ടകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായി. വലിയ സമ്പന്നനായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅലബയുടെ ഭാഗത്തേക്ക് സകാത്ത് പിരിക്കാൻ ഒരാളെ പറഞ്ഞയച്ചു. ആ നേരത്ത് സഅലബ കൊടുത്ത മറുപടി, എടോ നിന്നെ പറഞ്ഞു വിട്ട നിന്റെ ചങ്ങാതിയോട് നീ പറഞ്ഞേക്ക്, ലാ സകാത്ത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അങ്ങനെ അള്ളാഹ് സകാത്തൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് നിന്റെ ചങ്ങാതിയോട് പറഞ്ഞേക്ക് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് തിരിച്ചു നൽകിയ സന്ദേശമാണത്. പണം ലഭിക്കുമ്പോൾ മനുഷ്യൻ അങ്ങനെയായി പോകുന്നത്. അല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് പല ആളുകളെയും സമീപിക്കുമ്പോൾ പറയുന്ന മറുപടി, അള്ളാഹ് അവരെ അങ്ങനെ ആക്കിയതല്ലേ, ആ പരീക്ഷണം അവർക്ക് അനുഭവിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാനെന്തിന് സഹായിക്കണം? ഇത് പറയുന്ന മനുഷ്യൻ ഒരു നേരത്തൊരു അസുഖം തന്നാൽ മതി, നിനക്കോ നിൻ്റെ മക്കൾക്കോ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്കൊരു അസുഖം തരുമ്പോൾ നീ ശേഖരിച്ചതും സമ്പാദിച്ചതും മുഴുവനും ഒന്നൊന്നായി തകർന്നു വീഴുന്നത് നീ ഭയപ്പെടണം എന്നേ അത്തരമുള്ള ആളുകളോട് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളൂ. പണം കൊണ്ട് ഒരാളും അഹങ്കരിക്കരുത്, പണം കൊണ്ട് ഒരാളും കിബ്ർ നടിക്കരുത്. അത് നീങ്ങിപ്പോകുന്ന തണല, അത് സ്ഥിരമായിട്ട് ഒരാളിലേക്ക് നിൽക്കില്ല, അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നിൻ്റെ അടുക്കലേക്ക് തന്നു എന്ന് നീ മനസ്സിലാക്കണമെന്ന സാന്ദർഭികമായി പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ മറക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. എല്ലാം വേണം നമ്മൾക്ക്. ദുനിയാവിൽ സമ്പാദിക്കേണ്ടതില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം. സമ്പാദിക്കാം. മക്കളെ യാചകരായി വിട്ടേച്ചു പോകുന്നതിനേക്കാൾ ഹൈറാണ് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും മുൻകൂട്ടി കരുതി വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയൽ. അതൊന്നും പക്ഷെ നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമായിട്ട് മാറരുത് എന്ന് ഗൗരവത്തോടു കൂടി നാം അറിയേണ്ടതുണ്ട്. ഏത് സമയത്തും നമ്മൾക്ക് പല ദൗർബല്യങ്ങളും സംഭവിക്കാം. പ്രത്യേകമായി റസൂലുള്ളാഹി പറയുന്നു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, നീ 5 കാര്യങ്ങൾ നിനക്കെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. 5 കാര്യങ്ങൾ നിന്നിലേക്ക് എത്തിയാൽ പിന്നെ നീ ഉപയോഗിക്കേണ്ട, അതല്ലെങ്കിൽ നിനക്ക് വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. റസൂലുള്ളാഹി പറയുന്നു, ഷബാബക ഖബ്ല ഹറമിക്, നിനക്ക് വയസ്സാകുന്നതിന് മുമ്പ്, നരബാധിക്കുന്നതിന് മുമ്പ് നിനക്ക് അല്ലാഹ് തന്ന യൗവന സമയമില്ലേ, അത് നീ ശരിക്കും ഉപയോഗിച്ചോ അള്ളാൻ്റെ മാർഗത്തിൽ. പടച്ച റബ്ബിൻ്റെ പരലോകത്ത് തണൽ ലഭിക്കുന്ന ആളുകളിൽ ഒന്നവരാ. അല്ലേ, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാൻ്റെ ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു യുവാവ്. എന്തൊരിഷ്ടമായിരിക്കും അള്ളാഹുവിന് ആ മനുഷ്യനെ. അതാണാകട്ടെ പെണ്ണാകട്ടെ, തനിക്ക് ആരോഗ്യമുള്ള സമയം, അള്ളാഹ് തന്ന ആരോഗ്യമുള്ള ആ സമയം പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്തിൽ, ദഅവത്തിന് വേണ്ടി ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാനവൻ എല്ലാവരേക്കാളും മുന്നിൽ അവനുണ്ട്. നമസ്കാരങ്ങളിലും നോമ്പിലും സ്വതക്കയിലും സകാത്തിലും ഉംറയിലും ഹജ്ജിലും അതേപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിലും
എല്ലാത്തിലും തൻ്റെ യൗവനപ്രായം ഉപയോഗിക്കുക സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഈ യൗവന പ്രായത്തിലാണ് എല്ലാവരും കൂടുതലായിക്കൊണ്ട് തിന്മയിലേക്ക് എത്തിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത്. രക്തം തിളക്കുന്ന പ്രായം അല്ലേ? ആ മനുഷ്യരെയാണ് എല്ലാവർക്കും ആവശ്യം. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്ത് കളികളാകട്ടെ, വിനോദങ്ങളാകട്ടെ, തോന്നിവാസങ്ങളാകട്ടെ, വിശിഷ്യ മുസ്ലിമീങ്ങളെ ആ പ്രായത്തിൽ എങ്ങനെ നശിപ്പിക്കാമെന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏത് കാലത്തും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നാം ആലോചിക്കണം, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ സഹോദരന്മാരെ, നമ്മുടെ ഡ്യൂട്ടി സമയം കഴിയുമ്പോൾ ഒരുപാട് സമയം ഫ്രീ ആയി നമ്മൾക്ക് ലഭിക്കുന്നു. ഇല്ലെന്ന് നമ്മൾ പറയുന്നു, ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ ഉറക്കിലാണ് എന്ന്. എത്ര സമയം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു, എത്ര സമയം നാം ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്നു, എത്ര സമയം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, എത്ര സമയം അള്ളാഹുവിൻ്റെ വെറുപ്പിന് വേണ്ടി നാം ചെലവഴിക്കുന്നു അല്ലേ? തൻ്റെ ഫേസ്ബുക്കിൻ്റെ മുമ്പിലും തൻ്റെ മൊബൈലിൻ്റെ മുമ്പിലും മെയിലുകളാകട്ടെ, മെസ്സേജുകളാകട്ടെ, അതെന്താകട്ടെ, എല്ലാ സംവിധാനങ്ങളും അടക്കിപ്പറയാണ്. അതിൻ്റെയൊക്കെ മുമ്പിൽ നാം ഇരിക്കുന്ന സമയം എത്രയാ? ഓരോ ദിവസങ്ങളിലും അള്ളാഹു എന്നോട് സംസാരിക്കുന്നു ഈ ഖുർആനിലൂടെ അല്ലേ? ആ ഖുർആനിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര സമയം ഇരിക്കുന്നു? എത്ര ആയത്തുകൾ ഓതുന്നു? എത്ര പഠിക്കുന്നു നമ്മൾ? എത്ര ആയത്തുകളുടെ അർത്ഥമറിയാം? ഈ സദസ്സിന് പോലും പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമറിയാത്ത എത്ര ആളുകളുണ്ടാകും? അതിൻ്റെ മഖ്റജ് അനുസരിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? ഓരോ നമസ്കാരങ്ങളിലും നിർബന്ധമായി 17 തവണ നാം ഓതിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ ഫർളായ നമസ്കാരങ്ങളിൽ മൊത്തത്തിൽ 17 തവണ നാം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങളിൽ വീണ്ടും ഓതിക്കൊണ്ടേയിരിക്കുന്നു. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോകട്ടെ, അതിൻ്റെ അറബി അക്ഷരങ്ങൾ ഏത് നിലക്ക് ഉച്ചരിക്കേണ്ടതുണ്ടോ ആ നിലക്ക് ഉച്ചരിച്ചോതാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് ഇതിൽ? ആ മനുഷ്യനോ മലയാളം അറിയാം, അറബി അറിയാം, ഉറുദു അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം, ഇംഗ്ലീഷ് അറിയാം അല്ലേ? എല്ലാ ഭാഷകളും അവന് പഠിക്കുന്നു. എന്തിന് പഠിക്കുന്നു? തനിക്ക് വരുമാനം കൂടുതൽ ലഭിക്കാൻ, തനിക്ക് ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടി എല്ലാ ഭാഷകളും എത്ര പ്രയാസത്തോടു കൂടിയും അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആഴ്ചയിൽ 1 മണിക്കൂർ പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ ഒന്ന് ശരിയാം വണ്ണം ഓതണമെന്ന് അവൻ ആ നിലക്കുള്ള ഒരു താല്പര്യമില്ല. പത്രങ്ങൾക്ക് മുമ്പിൽ എത്ര സമയം ഇരിക്കുന്നു നമ്മൾ? എത്ര പേജുകൾ വായിക്കുന്നു? 10, 14, 20 പേജുള്ള പത്രങ്ങൾ ഒരു വട്ടമല്ല 2, 3 വട്ടം വായിക്കുന്ന ആളുകളുണ്ട്. പരപത്രങ്ങളും വായിക്കുന്ന ആളുകളുണ്ട്. അള്ളാൻ്റെ ഖുർആനോ സാധാരണ ഓതുന്ന സമയത്ത് അന്ന് തിരക്കിലാണെങ്കിൽ അന്ന് പിന്നെ ഖുർആൻ ഓത്തില്ല നമ്മൾക്ക് അല്ലേ? അത് പത്രമാകട്ടെ, രാവിലെ പത്രം വായിക്കുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് തിരക്കിലാണെങ്കിലോ വൈകുന്നേരമെങ്കിലും അത് വന്ന് ആ പത്രം വായിച്ചവൻ ഖളാ വീട്ടാറുണ്ട്. അള്ളാൻ്റെ ഖുർആൻ അങ്ങനെയില്ല അല്ലേ? ഈ നിലക്കാണ് ആളുകൾ പ്രിയപ്പെട്ടവരെ ദീനിനോട് കാണിക്കുന്ന താല്പര്യം. റസൂലുള്ളാഹി പറയുന്നു, നിന്റെ യൗവന പ്രായം നിനക്ക് വയസ്സാകുന്നതിന് മുമ്പ്, പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ്, ആ വാർദ്ധക്യം നിന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് നീ ശരിക്കും ഉപയോഗിച്ചോ. അതേപോലെ വസുഹതക് ഖബ്ല സഖമിക്, നിന്റെ ആരോഗ്യം ശരിക്കും പ്രയോജനപ്പെടുത്തിക്കോ. ഏത് സമയം വരുന്നതിന് മുമ്പ്? ഖബ്ല സഖമിക്, നിനക്ക് അസുഖങ്ങൾ എത്തുന്നതിന് മുമ്പ്. പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. മനുഷ്യനല്ലേ, ആ അസുഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അന്ന് നീ ആലോചിക്കും, എനിക്ക് നിസ്കരിക്കണമായിരുന്നു, എനിക്ക് പള്ളിയിലേക്ക് പോകണമായിരുന്നു. പക്ഷെ കഴിയുന്നില്ല. കിടന്ന ബെഡിൽ തന്നെ കാലങ്ങളോളം കിടക്കേണ്ടി വരുന്ന എത്ര രോഗികളുണ്ട് സഹോദരന്മാരെ. ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ, ഒരു ചെറിയൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്നു, കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. ശരീരത്തിൻ്റെ ഒരു ചെറിയ ഞരമ്പിന് ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ശരീരത്തിൻ്റെ ഒരു ഭാഗം ആ നിലക്ക് തന്നെ തളർന്നു പോവുകയാണ് അല്ലേ? അനക്കാൻ കഴിയാത്ത ആളുകൾ, വലതുഭാഗം തളർന്നു പോകുന്ന ആളുകൾ, അരയുടെ കീഴ്പോട്ട് മുഴുവനായും തളർന്നു പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള എത്രയോ അസുഖങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പണ്ടൊക്കെ എത്രയോ ദൂരമുള്ള രാജ്യങ്ങളിലൊക്കെ കേൾക്കുന്ന അസുഖങ്ങളൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും എത്തിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ആളുകൾക്കുണ്ട്? റസൂലുള്ളാഹി പറയാണ്, ഏത് സമയത്തും മനുഷ്യരെ അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മളിലേക്ക് എത്താം. ആ സമയത്ത് നമ്മളൊക്കെ ആലോചിക്കും, എല്ലാ നിലക്കും അള്ളാഹുവിന് വേണ്ടി എനിക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കഴിയുന്നില്ല. കഴിയുന്ന സമയത്തോ
ആരോഗ്യമുള്ള സമയത്തോ ആ ആരോഗ്യം മുഴുവനും പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത വഴിയിലായിപ്പോയി നീ ചെലവഴിച്ചതും. ആലോചിക്കാറുണ്ടോ സഹോദരി സഹോദര? നമ്മളൊക്കെ നമ്മുടെ ചിന്തയിലും നമ്മുടെ തർക്കങ്ങളിലും കുടുംബാംഗങ്ങളൊക്കെ ഒത്തിരിക്കുന്നതും എല്ലാവരും നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോഴാകട്ടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഫോണുകളാകട്ടെ എല്ലാം ദുനിയാവിനെക്കുറിച്ച്, എല്ലാ ചർച്ചകളും ദുനിയാവിനെക്കുറിച്ച്. 100 വട്ടം പറഞ്ഞാലും നമ്മൾക്കത് തീരുകയുമില്ല. പക്ഷേ സ്വഹാബത്ത് വരൂ, ഇരിക്കൂ ഇവിടെ, നുഅ്മിൻ സാഅ, നമുക്കൊരല്പം ഇവിടെ ഇരുന്ന് നമ്മുടെ ഈമാൻ പുതുക്കാമല്ലോ എന്ന് സ്വഹാബത്ത് പറയുന്നത് പോലെ ദീനിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാൻ കുടുംബങ്ങൾ ഒന്നിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കുക. ഇതേപോലെ റസൂലുള്ളാഹി പറയുന്നു, വഗിനാക ഖബ്ല ഫഖരിക്, നിനക്ക് ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പ് അള്ളാഹ് നിനക്ക് തന്ന ഐശ്വര്യത്തിൻ്റെ സമയം നീ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ അത് ചെലവഴിക്കേണ്ടതുണ്ട്. അള്ളാഹു നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അമാനത്തായിട്ട്. ആ അമാനത്ത് എങ്ങനെ നിർവഹിച്ചു എന്ന് നിന്നോട് കൃത്യമായി അള്ളാഹ് ചോദിക്കുന്നു. ആ അമാനത്ത് പടച്ച റബ്ബിന് ഇഷ്ടമുള്ള വഴിയിലാണോ അതല്ല അനിഷ്ടമുള്ള വഴിയിലേക്കാണോ കൂടുതലും പോയത്? അല്ലേ സഹോദരന്മാരെ? അല്ലേ? ഭർത്താവ് പറയാ, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ റൂമിലാകട്ടെ എൻ്റെ നാട്ടിലെ വീട്ടിലാകട്ടെ ചാനൽ വെച്ച് കൊടുത്തത്? അവിടെ അവരൊറ്റക്ക, കുടുംബത്തോടുള്ള അടങ്ങാത്ത സ്നേഹമാ. ഈ ഭർത്താവ് ഗൾഫിൽ 1 മാസം കഴിഞ്ഞിട്ടും ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ കരയുമ്പോൾ നാട്ടിൽ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും കരയാണ്. അല്ലേ? തൻ്റെ പ്രായമെത്തിയ ഉമ്മയും കരയാണ്. എന്തുകൊണ്ട്? സീരിയലിലെ ഏതോ ഒരു ചെകുത്താൻ കരഞ്ഞതിൻ്റെ പേരിൽ. അവിടുന്ന് അവർ കരയുന്നത് അതിനാ, ഇവിടുന്ന് ഇവൻ കരയുന്നതോ മറ്റൊരു വിഷയത്തിന്. ഈ നിലക്ക് എല്ലാ തോന്നിവാസങ്ങളിലും കുടുംബത്തെ എല്ലാ കൂട്ടിക്കൊടുപ്പിന് നിന്നുകൊണ്ട് ആ നിലക്ക് നരകത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കാത്ത മനുഷ്യരായി അധപ്പതിച്ചു പോകുന്നുവോ എന്ന് ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കുക. അള്ളാഹുവിൻ്റെ റസൂല പറയുന്നത്, അള്ളാഹ് നിനക്ക് തന്ന പണം ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പ് നീ ചെലവഴിച്ചോ. അത് നിന്നെ പിടികൂടുമ്പോൾ അപ്പം നീ നിൻ്റെ മനസ്സുകൊണ്ട് ആലോചിക്കും, അള്ളാഹ് കഴിവുള്ള സമയത്ത് നിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ ഒന്നും ചെലവഴിച്ചില്ല, ഇപ്പോഴിതാ എനിക്ക് അതിനൊക്കെ ആഗ്രഹിക്കുകയാണ്, പക്ഷേ കയ്യിൽ പണമില്ല. ആ സമയത്ത് ആഗ്രഹിച്ചിട്ട് എന്താ പ്രിയപ്പെട്ടവരെ? അള്ളാഹ് നിൻ്റെ കയ്യിൽ നിന്നെ പരീക്ഷിക്കാൻ കുറേ തന്നു. എവിടെയും നമ്മളില്ല. പ്രത്യേകിച്ച് സഹോദരന്മാരെ, ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മളൊക്കെ സ്വതക്കയിലേക്ക് എത്തുന്നത്, നമ്മളൊക്കെ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ വാതിലിൽ ഒരാൾ വന്ന് മുട്ടുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നത്. ഒരു പാവപ്പെട്ടവനെ, ഒരു മിസ്കീനിനെ നമ്മൾ കണ്ടറിഞ്ഞ് അവനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് സഹായിക്കാൻ ഒരാളും മനസ്സ് കാണിക്കുന്നില്ല. അതല്ലേ സഹായം? അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. നാട്ടിൽ പെരുന്നാളിന് നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നില്ല, അപ്പുറത്തെ അയൽവാസികൾക്ക് വസ്ത്രം ലഭിച്ചിട്ടുണ്ടോ, അവർക്ക് ഭക്ഷണമുണ്ടോ, നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന ആളുകൾ പ്രയാസങ്ങളിലുണ്ടോ? നമ്മൾ ആരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുന്നില്ല. അയൽവാസികളായിട്ടുള്ളവരുണ്ട്, കുടുംബത്തിൽ തന്നെയുണ്ട്. ആ നിലയ്ക്ക് എല്ലാവരെയും കണ്ടറിഞ്ഞിട്ട് വേണം നമ്മുടെ ദാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ. ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ ഒരു മുതൽ എന്ന് ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. അതേപോലെ റസൂലുള്ളാഹി പറയുന്നു, വഹയാതക് ഖബല മൗതിക്, നിൻ്റെ മരണത്തിന് മുമ്പ് നിൻ്റെ ജീവിതം ഉപയോഗിക്കുക. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹ് നിനക്ക് തന്ന ഈ ജീവിതമില്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ നീ ഉപയോഗിച്ചോ. ഏത് മനുഷ്യനും ആ സമയത്ത് ആഗ്രഹിച്ചു പോകുന്നു. നമ്മൾ വെള്ളിയാഴ്ചകളിൽ കേൾക്കുന്ന സൂറത്തുകളുണ്ട് അല്ലേ? അതിൽ നമ്മൾ പറയുന്നില്ലേ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നു. മരണനേരത്തവന് പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. നാദാ, മരണത്തിൻ്റെ സമയം ഒരല്പം കൂടി പിന്തിപ്പിക്കണം റബ്ബേ. എന്തിനാ? ഈ സമയത്ത് എന്നെ കൊണ്ടുപോകല്ലേ. ഒന്നാമത് പറയുന്നു, ഞാൻ ദാനങ്ങൾ ചെയ്യാം, എൻ്റെ കയ്യിലുള്ള മുതൽ മുഴുവനും നിനക്ക് വേണ്ടി ചെലവഴിക്കാം. അവൻ ഉറപ്പായി മരണത്തിൻ്റെ മാലാഖമാർ തൻ്റെ തലക്ക് ചുറ്റുഭാഗത്തും വന്നിരുന്ന് മലക്കുൽ മൗത്ത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് റൂഹിനെ ആ മനുഷ്യനെ മുഖത്തും പുറത്തുമടിച്ച് റൂഹിനെ പതിച്ചെടുക്കുമ്പോൾ അവൻ യാചിക്കണല്ല, കൊണ്ടുപോകല്ലേ, ഞാൻ ദാനം ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്? വാക്കും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹായ ഒരാളായിട്ട് മാറാം റബ്ബേ. ഏത് വലിയ മനുഷ്യനും പറയാണ്, ഇവനൊക്കെ ആയുസ്സുള്ള സമയത്തോ ഇവനൊക്കെ ഹയാത്തിലുള്ള നേരത്തോ അവൻ ദീനീ രംഗത്ത് ദീനീ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആണിനെയും പെണ്ണിനെയും കണ്ടപ്പോൾ കളിയാക്കിയ മനുഷ്യനാ അല്ലേ?
അവൻ്റെ മുമ്പിലൂടെ താടി വളർത്തിക്കൊണ്ടൊരു മനുഷ്യന് നടക്കാൻ വയ്യ, അവൻ കളിയാക്കുക. അവൻ്റെ മുന്നിലൂടെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് ഒരു മനുഷ്യന് നടക്കാൻ വയ്യ, അവൻ്റെ മുന്നിലൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് കളിയാക്കിയിരുന്നു ഈ മനുഷ്യനെ, അല്ലേ? ആ മനുഷ്യരൊക്കെ മരണത്തിൻ്റെ നേരത്ത് പറയാണ്, ഞാൻ ദാനം ചെയ്യാം, ഞാൻ നല്ലവനായിട്ട് നടക്കാം, ഒരുപാട് കാലം ജീവിക്കേണ്ട, ഒരല്പം ഒന്ന് പിന്തിപ്പിച്ചു തന്നാതാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി മറ്റൊരു സൂറത്തിൽ കാണാം, കല്ല, വേണ്ട മനുഷ്യ, ഈ വർത്തമാനങ്ങളൊന്നും വേണ്ട, ജീവിതകാലത്ത് നീ എന്നെ മറന്നവനാ, ഇപ്പോൾ ഭ്രാന്തുള്ളവർ സംസാരിക്കുന്നത് പോലെയാ നിൻ്റെ സംസാരത്തിൻ്റെ വില എന്ന് അള്ളാഹ് മറുപടി കൊടുക്കുന്നു, അല്ലേ? സഹോദരന്മാരെ, അള്ളാഹുവിനോട് നാം എപ്പോഴും പ്രാർത്ഥിക്കണം, സ്വാലിഹായ നിലക്ക് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. റസൂലുള്ളാഹി പറയുന്നില്ലേ, ഈ കളിയും തമാശയുടെയും ലോകം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുക, ഞാൻ അറിയുന്നത് പോലെ ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബഖീതും കസീറ, എനിക്കറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കരയായിരുന്നു, കുറച്ചേ നിങ്ങൾ ചിരിക്കൂ. ഇപ്പോൾ നമ്മുടെ കാര്യം എന്താ? നമ്മൾ ധാരാളമായിട്ട് ചിരിക്കുന്നു, അതേപോലെ തന്നെ ധാരാളമായി ചിരിക്കുമ്പോൾ അല്പം മാത്രമേ കരയുന്നുള്ളൂ. ആ കരയുന്നത് പോലും ദുനിയാവിൻ്റെ വിഷയത്തിന് നമ്മൾ കരയുന്നത് എന്ന് സഹോദരന്മാരെ നാം ഓർക്കേണ്ടതുണ്ട്. ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ തീരുമാനം എന്നിലേക്ക് വരുമ്പോൾ ഞാൻ ആ വിധിക്ക് ഉത്തരം നൽകേണ്ടവനാണ്. ആ ഉത്തരം നൽകുമ്പോൾ പിന്നീടുള്ള ജീവിതകാലം, എൻ്റെ ഖബർ, എൻ്റെ പരലോകം എനിക്ക് സുരക്ഷിതമായി ലഭിക്കണം എന്നുള്ള ബോധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്കൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് അമലുകളിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകമായി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സബ്അത്തുൻ യുജ്റാ ലിൽ അബ്ദി അജ്റുഹുന്ന ഫീ ഖബ്രി വഹുവ ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുന്നു, ആ മരണത്തോടുകൂടി മുറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവൻ ചെയ്യുന്ന പല കർമ്മങ്ങളും മരണത്തോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമുണ്ട്, ആ പ്രവർത്തനം അവൻ മരിച്ചു കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ കൂലികൾ ഇരട്ടിക്കിരട്ടിയായി അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യമായി പറയുന്നു, മൻ അല്ലമ ഇൽമ, ഒരാൾക്കെങ്കിലും അറിവെത്തിച്ചു കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ഞാൻ വലിയ പണ്ഡിതനല്ലല്ലോ, ഞാൻ വലിയ പ്രഭാഷകനല്ല, എഴുത്തുകാരനല്ല, ഞാൻ എങ്ങനെ എത്തിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് ആളുകൾക്ക് എത്തിക്കണേ. നീ പഠിച്ച ഒരായത്തെങ്കിലും ഒരു മനുഷ്യന് നീ എത്തിച്ചു കൊടുക്കുക. അതിൽ നിനക്ക് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം. നൂറുകണക്കിന് കാര്യങ്ങൾ നിൻ്റെ ഈ നിലക്കുള്ള സോഷ്യൽ മീഡിയയിൽ നീ വായിക്കുമ്പോൾ വരുമ്പോൾ അത് മറ്റുള്ള ആളുകളിലേക്ക് നീ ഷെയർ ചെയ്യുമ്പോൾ നീ ഓർക്കണം, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഒരായത്തും അതിൻ്റെ അർത്ഥമെങ്കിലും ഞാൻ ഒരാളിലേക്ക് എത്തിക്കട്ടെ. നീ പ്രതീക്ഷിക്കാത്ത എത്രയോ ആളുകൾ അത് വായിക്കുന്നു, ആ മനുഷ്യർ അതുകൊണ്ട് അമലുകൾ ചെയ്യുന്നു, അവൻ്റെ മക്കളെ അത് പഠിപ്പിക്കുന്നു. അങ്ങനെ അത് കണ്ട് ലോകത്ത് എത്ര ആളുകൾ അത് ചെയ്യുന്നുവോ, നീ ജീവിച്ചിരിക്കാം, ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കാം, ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ കൂലി നിൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? എന്തെങ്കിലും ഒരറിവ് ഈ നിലക്ക് ആത്മാർത്ഥമായ സഹോദരന്മാരെ അള്ളാഹുവിന് വേണ്ടി റബ്ബിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന എന്തും ഉപകാരപ്പെടുന്ന അറിവുകളൊക്കെ നമ്മൾ ആ നിലയ്ക്ക് എത്തിക്കുക. അതും ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ദുനിയാവിൻ്റെ ഒരു കാര്യമാണെങ്കിൽ കാറ്റിൻ്റെ വേഗതയിലാണ് ആളുകൾ മെസ്സേജുകൾ കൈമാറുന്നത്. പക്ഷേ ദീനീ രംഗത്ത് ഈ ഒരു താല്പര്യം കാണുന്നില്ല. ദീനിൻ്റെ വിഷയത്തിൽ ദഅവാരംഗത്ത് ആളുകൾക്ക് ഈ ഒരു താല്പര്യം കാണുന്നില്ല. ആ എന്തോ ഒരു നിലക്ക് നമ്മളെ ആരോ പിടികൂടിയിരിക്കുന്നു എന്ന ഒരു തോന്നലാണ് ആളുകൾക്കൊക്കെ. എല്ലാ സൗകര്യങ്ങളും ഒക്കുമ്പോഴാണ് ദീനിൻ്റെ സദസ്സിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒക്കുമ്പോഴാണ് ആ ദീനീ സദസ്സ് അതിൽ നിന്ന് എന്ത് ലഭിക്കുന്നുവോ അത് മറ്റാളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു താല്പര്യം നമ്മൾ കാണിക്കുന്നത്. റസൂലുള്ളാഹി പറയുന്നു, നീ ഒരായത്താകട്ടെ ഒരു ഹദീസാകട്ടെ ദീനിൻ്റെ എന്ത് കാര്യങ്ങളും നീ പഠിച്ച ഒരു ഇൽമ്, ഒരറിവ് മറ്റൊരാളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല നിൻ്റെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ കൂലി കിട്ടും. ഔ ഖറാ നഹ്റൻ ഔ ഹഫറ ബിഅറ ഔ ഖറാ നഹ്റ, ഒരു തോട് വെട്ടിക്കൊടുക്കുന്നു നീ, അല്ലേ?
ആളുകൾക്ക് കുളിക്കാനും അലക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വെള്ളമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് വെള്ളം ഒഴുക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്നുവെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാലും നിൻ്റെ ഖബറിലേക്ക് നിൻ്റെ കൂലി എത്തിച്ചേരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. പിന്നെയോ ഔ ഹഫറ ബിറൻ, ഒരു കിണർ കുഴിക്കുന്ന ഒരു മനുഷ്യൻ, എത്ര കൂലിയാണതിന്, എത്ര കൂലിയുണ്ട് പ്രിയപ്പെട്ടവരെ അതിന്, അല്ലേ? ആളുകൾക്ക് വെള്ളം നൽകുക. നമ്മൾ വായിച്ചതല്ലേ, പഠിച്ചതല്ലേ, ബനൂ ഇസ്രായേലിലെ ഒരു വ്യഭിചാരിണിയായ ഒരു പെണ്ണ്, വളരെ മോശപ്പെട്ട നിലക്ക് ജീവിക്കുന്ന ഒരു പെണ്ണ് ദാഹിച്ച് വലഞ്ഞപ്പോൾ ഒരല്പം വെള്ളം കുടിച്ചു, കിണറിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു, കയറി വരുമ്പോൾ ഒരു നായ ദാഹം കൊണ്ട് മണ്ണ് നക്കുന്നതാണ് ഈ സ്ത്രീ കാണുന്നത്. ആ പെണ്ണ് കരുതുകയാ, ആ പെണ്ണ് വിചാരിക്കുകയാ, ഒരല്പം മുമ്പ് ഞാൻ അനുഭവിച്ച അതേ പ്രയാസമല്ലേ ഈ നായയും അനുഭവിക്കുന്നത്. ആ പെണ്ണ് അതോർത്തുകൊണ്ട് ആ നായക്ക് വെള്ളം കൊടുക്കാൻ ഒരുങ്ങി. എങ്ങനെ ഈ നായക്ക് വെള്ളം കൊടുക്കും? ആ പെണ്ണ് ആ കിണറിലേക്ക് ഇറങ്ങുന്നു, ഒന്നുമില്ല, തൻ്റെ ഹുഫയിൽ വെള്ളം നിറക്കുന്നു. ആ ഹുഫ വെള്ളം നിറച്ചൊരു കയ്യിൽ ആ ഹുഫ പിടിച്ചാൽ ഒരൊറ്റ കൈ കൊണ്ട് ആ കിണറിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ഈ പെണ്ണിന് കഴിയില്ല. ആ പെണ്ണ് തൻ്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച്, ഈ ഹുഫയെ കടിച്ചു പിടിച്ച് ആ പെണ്ണ് പ്രയാസപ്പെട്ട് കിണറിന് മുകളിലേക്ക് എത്തി. ആ നായക്ക് വെള്ളം കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല ആ പെണ്ണിലേക്കൊന്ന് നോക്കി. അല്ലാഹ് അത്ഭുതത്തോടുകൂടി ആ പെണ്ണിലെ ഫനളറ ഇലൈഹ, അല്ലാഹ് അവളിലേക്ക് നോക്കിയിട്ട് അല്ലാഹ് ആ പെണ്ണിന് പുറത്തു കൊടുത്തു എന്ന് ഹദീസിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ ആ പെണ്ണ് സ്വർഗത്തിലാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, ആ കിണർ കുടിച്ച ആ വ്യക്തിക്ക് എത്ര കൂലിയായിരിക്കും അല്ലാഹ് കൊടുക്കുന്നത്. ആ വ്യക്തി കുടിച്ച ഒരു കിണറിൽ നിന്ന് തൻ്റെ ഹുഫയിൽ ഒരല്പം വെള്ളമെടുത്ത് ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ ആ പെണ്ണ് സ്വർഗത്തിലാണെങ്കിൽ ആ കിണർ കുടിച്ച വ്യക്തിക്ക് അല്ലാഹ് എന്തായിരിക്കും കൊടുക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലേ? റസൂലുള്ളാഹി പറയാണ്, അത്രമാത്രം പുണ്യമുള്ളതാ ഇസ്ലാമിൽ ആളുകൾക്ക് വെള്ളം നൽകുക എന്നുള്ളത്. നമ്മൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ പള്ളികളുണ്ട് കിണറാവശ്യമായത്, എത്രയോ മദ്രസകളുണ്ട്, എത്രയോ ചേരി പ്രദേശങ്ങളുണ്ട്, കോളനികളുണ്ട്. അവർക്കൊക്കെ ആ ഭാഗത്ത് ഈ നിലക്ക് വെള്ളം കുടിക്കാൻ നമ്മുടെ വകയായി ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ സുഹൃത്തുക്കളും, ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ ഷെയറായിക്കൊണ്ടെങ്കിലും ഈ നിലക്ക് വെള്ളം കൊടുക്കാൻ ഒരുങ്ങിയാൽ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഖിയാമത്ത് നാൾ വരെ അതിൽ നിന്ന് കുടിക്കുന്ന ഓരോ വെള്ളത്തുള്ളിയുടെയും കൂലി സ്വർഗീയ ലോകത്തേക്കുള്ള ഒരു അമലായിട്ട് മാറുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആളുകൾ അവഗണിക്കുന്ന മേഖല ഇനി കിണർ മാത്രമാണെന്ന് വിചാരിക്കേണ്ടതില്ല. കിണറിലൂടെ വെള്ളം കൊടുക്കലാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് നിലക്കും നമ്മൾക്ക് ആളുകൾക്ക് വെള്ളം കൊടുക്കാം, അല്ലേ? ചൂടുള്ള സമയങ്ങളിൽ റോഡ് വൃത്തിയാക്കുന്ന, പള്ളികൾ വൃത്തിയാക്കുന്ന, കഠിനമായ ചൂടിൻ്റെ നേരത്തും പ്രിയപ്പെട്ടവരെ ഈ നിലക്ക് ഈ റോഡുകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള ആളുകൾക്ക് നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ വാഹനത്തിൽ കുറച്ച് വെള്ളം ശേഖരിച്ച് ആ വെള്ളം അവർക്ക് നമ്മൾക്ക് നൽകിക്കൂടെ? എത്രമാത്രം വലിയ കൂലി കിട്ടും, അല്ലേ? ആരൊക്കെ അത് ചെയ്യുന്നു? നമ്മൾക്കിതൊക്കെ അറിയാം. നമ്മുടെ വാഹനത്തിൽ നാം വെള്ളം കുടിക്കുന്നു, ആ ബോട്ടിൽ പകുതി വെള്ളം ബാക്കിയുണ്ട്, പിന്നീട് നമ്മൾ ആ വെള്ളം കുടിക്കുന്നില്ല, ദൂരേക്ക് എറിഞ്ഞു കളയുക. എന്തേ? ആ വെള്ളം കേടായിപ്പോയിട്ടുണ്ട് എന്ന നമ്മുടെ സംശയം. ഒരു മനുഷ്യന് ദാനമായിട്ട് വെള്ളം കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ സമ്മതിക്കില്ല. പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി പണം ചോദിക്കുമ്പോൾ ആ മനുഷ്യന് ഭക്ഷണം നൽകുന്നില്ല, പണം നൽകുന്നില്ല. നമ്മളൊക്കെ എത്ര ഭക്ഷണം വേസ്റ്റാക്കുന്നു, നമ്മളൊക്കെ എത്ര പണം ഈ നിലയ്ക്ക് വേസ്റ്റാക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറയുന്നു, അത് ചെയ്യരുത്. നിൻ്റെ ഖബറിലേക്ക് നിനക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമായിട്ട് എണ്ണുകയാ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണർ ആ നിലയ്ക്ക് നീ ഉണ്ടാക്കുന്നത്. അതേപോലെ ഈത്തപ്പനയാകട്ടെ, ചെടികളാകട്ടെ, എന്താകട്ടെ, അത് നീ നട്ട് വളർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കിളികൾ കൊത്തിത്തിന്നുമ്പോഴും, അതിൽ നിന്ന് ആളുകൾ ഭക്ഷിക്കുമ്പോഴും, അതിൽ നിന്ന് മോഷ്ടാക്കൾ അത് കട്ടുകൊണ്ടുപോവുകയാണെങ്കിലും എങ്ങനെയാകട്ടെ നിൻ്റെ ജീവിതകാലത്തും നിനക്കതിന് കൂലിയുണ്ട്, നിൻ്റെ മരണശേഷവും നിനക്കതിൻ്റെ കൂലിയുണ്ട്. മരണശേഷം എത്ര? ഖിയാമത്ത് നാൾ വരെ നിൻ്റെ ഖബറിലേക്ക് ആ നന്മകൾ എത്തിക്കൊണ്ടേയിരിക്കും. നീ നട്ടു വളർത്തിയ ഒരു ചെടിയിൽ നിന്ന്, ഒരു വൃക്ഷത്തിൽ നിന്ന് പല കിളികളും കൊത്തിക്കൊണ്ടുപോയി പല ഭാഗങ്ങളിലും ആ
നീ നട്ടുവളർത്തിയ ആ ചെടി കാരണത്താൽ, വൃക്ഷം കാരണത്താൽ പല നിലക്കും പല ഫലവർഗ്ഗങ്ങളും പല ആളുകളും ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. അത് എത്രയുണ്ടോ അത്രയും കൂലിയ നിനക്ക് അല്ലാഹു തആല നൽകുന്നത്. ഔ വറസ മുസ്ഹഫ, അള്ളാഹുവിൻ്റെ ഖുർആൻ അനന്തരമായിട്ട് നീ നൽകുന്നു ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക്. അതേപോലെ ദീനി പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, അതേപോലെ ഖുർആനില്ലാത്ത, മുസ്ഹഫുകളില്ലാത്ത, അതിൻ്റെ അർത്ഥം അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ അർത്ഥത്തോടു കൂടിയുള്ള പരിഭാഷകൾ ഈ നിലക്ക് ഒരാൾക്ക് നീ നൽകുകയാണെങ്കിൽ, അല്ലേ, നമ്മുടെ ഈ രാജ്യത്ത് അതിന് സംവിധാനങ്ങളില്ലേ, ഒരു 25 റിയാൽ നമ്മൾ മുടക്കുകയാണെങ്കിൽ ലോകത്ത് മുസ്ലിം പ്രദേശങ്ങളിലെ പള്ളികളിലേക്ക് നമ്മുടെ വകയായി ഒരു ഖുർആൻ എത്തുന്നു. ഈ രാജ്യത്തതിന് സംവിധാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. ഒരു 25 റിയാല ഒരു ഖുർആനിൻ്റെ വില. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് വലിയ പണമായിട്ടാണ് ഇതൊക്കെ തോന്നുന്നത്, നമ്മൾക്ക് വലിയ സംഖ്യയായിട്ടാണ് ഇതൊക്കെ തോന്നുന്നത്. പക്ഷേ കൂലി വേണോ? റസൂലുള്ളാഹി പറയാൻ, ഈ നിലക്ക് നീ അമലുകൾ ചെയ്തോ. ഔ ബന മസ്ജിദ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി നീ നിർമ്മിക്കുന്നു. ഹദീസുകളിൽ കാണാം, ഒരു കൊച്ചു പള്ളിയാണെങ്കിലും, പള്ളിയെന്ന് സങ്കല്പിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരു വലിയ പള്ളിയാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഒരു പ്രദേശത്തെ ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ എന്താണോ ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ച് നിന്നെക്കൊണ്ട് കഴിയുന്ന ഒരു പള്ളി. ഒറ്റക്കാണെങ്കിൽ അങ്ങനെ, കൂട്ടുകാരോടൊപ്പം കൂടിയാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി നീ എന്താണോ ഒരു 10 റിയാൽ റബ്ബിൻ്റെ പള്ളിക്ക് വേണ്ടി നീ മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെയ്യുന്നുവോ, അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അല്ലേ പ്രിയപ്പെട്ട പ്രവാസികളെ, നമ്മൾ ആലോചിക്കണം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നാം നമസ്കരിച്ച പള്ളി അവിടെ തന്നെ ബാക്കിയുണ്ട്. ആ പള്ളിക്ക് പോലും നമ്മളൊന്നും നൽകുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളി ആവശ്യമുണ്ട്. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് കണ്ടറിഞ്ഞു പോയി ചോദിച്ച്, അള്ളാൻ്റെ പള്ളിക്ക് വേണ്ടി എന്തിനാ, എൻ്റെ ഖബറിൽ എനിക്കൊരല്പം അമലുകൾ ബാക്കിയാകാനുണ്ട്. നമ്മളത് ചിന്തിച്ചേ മതിയാകൂ. ബുദ്ധിമാൻ അങ്ങനെയാ, മരണശേഷമുള്ള ജീവിതത്തിലേക്ക് അവൻ നന്മകൾ ശേഖരിച്ചു വെക്കും. നമ്മൾ ഈ ദുനിയാവിൽ ഇവിടെ സുഖമായി ജീവിക്കാൻ നമ്മുടെ വിചാരം അങ്ങനെയാ, ഞാൻ ഇനിയും ഇത്ര കൊല്ലം ജീവിക്കും, അതുകൊണ്ട് ഇത്ര വലിയ വീട് വേണം എനിക്ക്, ഇത്ര വലിയ വീട് വേണം, ഇത്ര സ്ഥാപനങ്ങൾ വേണം, അതല്ലെങ്കിൽ അവിടെ ഇങ്ങനെയായിരിക്കണം, ഇത്ര സ്വത്ത് വേണം എനിക്ക്, എന്തൊക്കെ പ്ലാനുണ്ട്. എൻ്റെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ പടച്ച റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് കൂലി കിട്ടണമെങ്കിൽ അതിനു വേണ്ട എന്തെങ്കിലും ഒരു നന്മ, എത്രയോ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടിട്ട് ഇനിയും എന്തെങ്കിലും ഒന്ന് ചെയ്ത എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഈ വിഷയത്തിൽ കണക്കായിരിക്കുന്നു. അതുകൊണ്ട് അള്ളാൻ്റെ പള്ളിക്ക് നിനക്ക് കഴിയോ? അങ്ങനെ കഴിയുമെങ്കിൽ അതും നീ ചെയ്യണം. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ബന മസ്ജിദൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ, ലാ യുരീദു ബിഹി റിയാഅൻ വലാ സുംഅ, ആളുകൾ കാണാനുമല്ല, ആളുകൾ കേൾക്കാനുമല്ല, അറിയാനുമല്ല, അള്ളാഹ്ക്ക് വേണ്ടി അത് നിർമ്മിച്ചത്, ആ നിലക്കാണ് അവൻ നിർമ്മിച്ചതെങ്കിൽ സ്വർഗത്തിൽ അവനൊരു വീട് ഇല്ല. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കാതിരിക്കൂല. സ്വർഗത്തിൽ ചെറിയ സ്ഥലമല്ല, സ്വർഗത്തിൽ ഒരു വീട് തന്നെ ആ മനുഷ്യന് അല്ലാഹ് നിർമ്മിച്ചു കൊടുക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം പറയുന്നു, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലി അബി, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനത്തെ ബാക്കിയാക്കിക്കൊണ്ട് മരിക്കാൻ കഴിയുന്ന ഒരു രക്ഷിതാവ്, ഒരു ഉമ്മ, ഒരു ഉപ്പ. ഞാൻ കൂടുതൽ ആ വിഷയം വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് മക്കളെക്കുറിച്ചാണ്, മക്കളെ വളർത്തേണ്ട രീതികളെക്കുറിച്ചാണ് ഇനി മുതൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറയാണ് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മരിക്കുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനോ മകളോ ബാക്കിയാക്കിക്കൊണ്ട് മരിക്കാൻ ഒരു ഉമ്മക്ക് കഴിഞ്ഞാൽ, ഒരു ഉപ്പക്ക് കഴിഞ്ഞാൽ, അതാ ഖിയാമത്ത് വരെ ഇവിടെ ബാക്കിയുള്ളത്. ഇതോ മക്കൾക്ക് എല്ലാ സുഖങ്ങളും നൽകി, സൗകര്യങ്ങളും നൽകി, ആ മരണത്തോടുകൂടി മാതാപിതാക്കളെ മറക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നൽകിയത്. ആ നിലക്കുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഉപകരണങ്ങളായിട്ട് നൽകിയത്, അല്ലേ? ആരും പിന്നിലല്ല, എല്ലാവരും ഏതോ ഒരു ലോകത്തേക്ക് എത്തിപ്പോയിരിക്കുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, അല്ലേ, ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന 2 പെൺകുട്ടികൾ ഒരു ദിവസം ക്ലാസ്സിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മയങ്ങിപ്പോകുന്നത് എന്ന്. തങ്ങൾ ധരിച്ച ഷോക്സിനുള്ളിൽ ഹാൻഡ്സുകൾ തിരികെയാണ് പ്രിയപ്പെട്ടവരെ.
അല്ലേ? കാലിൻ്റെ തൊലിപ്പുറങ്ങൾ അവിടെ കീറിയിട്ട് അവിടെ ഹാൻഡ്സുകൾ വെച്ച് ലഹരി വസ്തുക്കൾ വെച്ച് അതിൻ്റെ ആ ഒരു ലഹരിയിൽ മയങ്ങിപ്പോകുന്ന മക്കൾ, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന മക്കൾ, അത് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന മക്കൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എത്തിപ്പോകുമോ എന്ന് നാം ഭയപ്പെടുക പ്രിയപ്പെട്ടവരെ. എല്ലാവരും കുടുംബത്തെ പോലും മറന്നുകൊണ്ട് ഈ നിലക്കുള്ള തോന്നിവാസങ്ങളിലേക്ക് പോലും എത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നാം നന്മകൾ ചെയ്തേ പറ്റൂ. നമ്മൾ നമ്മളെക്കുറിച്ച് അറിയണം. അള്ളാഹ് എനിക്ക് തന്ന ആയുസ്സിൽ എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുക, അല്ലേ? ഇന്നമ അന്ത അയ്യാം, നീ കുറേ ദിവസങ്ങളാണ് എന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നിൻ്റെ ആയുസ്സിൽ ഇത്ര കഴിഞ്ഞു എന്ന് നീ മനസ്സിലാക്കണം. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഞാൻ ഖബറിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു, അമലാകട്ടെ ഒന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നന്മകൾ ചെയ്യാൻ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു തആല ചില അവസരങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾക്ക് സീസണുകളായിട്ട് നമ്മൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. അതിൽപ്പെട്ടതാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. പണ്ഡിതന്മാർ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളാ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഏറ്റവും ഹൈറ്, അതല്ല ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ഹൈറ് എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പകലിനേക്കാൾ, രാത്രിയേ അല്ല പകലിനേക്കാൾ ഹൈറാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അത്രമാത്രം ശ്രേഷ്ഠമായിട്ട പണ്ഡിതന്മാർ ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളൊക്കെ വിശദീകരിച്ച് നമ്മൾക്ക് പഠിപ്പിക്കുന്നത്, അല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അല്ലേ? എന്താ പറയുന്നത്? പ്രഭാതം തന്നെയാണ് സത്യം, 10 ദിവസങ്ങൾ 10 രാപ്പകലുകളെ സത്യം ചെയ്യുന്നു അല്ലാഹു തആല. വിശദീകരിക്കുന്നു മുഫസ്സിരീങ്ങൾ, ആ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അള്ളാഹ് ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം കൂടുകയാണ്. മഹത്വമുള്ള കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നത്. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരു അമലുമില്ല, ഒരു പ്രവർത്തനങ്ങളുമില്ല. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ. എല്ലാ ദിവസങ്ങളിലും അമലുകൾ ചെയ്യാറില്ലേ നമ്മൾ? എന്നാൽ ഈ ദുൽഹജ്ജ് മാസം, ഇന്ന് വ്യാഴം ദുൽഹജ്ജ് 1 അല്ലേ? ആ ദുൽഹജ്ജ് 1 കഴിഞ്ഞു 2 പ്രവേശിക്കുകയാണ്. ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ ദുൽഖഅദ മാസം കഴിയുന്നത് വരെ നമ്മൾ എത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഈ 10 ദിവസത്തിലെ പ്രവർത്തനങ്ങൾ. ഖാലു, സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, റസൂലേ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പുണ്യം കിട്ടുമോ ഈ ഒരു ദിവസങ്ങളിലെ പ്രവർത്തനം കൊണ്ട്? പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന ജിഹാദിനേക്കാളും കൂലി കിട്ടുമോ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ അമലുകൾ? അപ്പോൾ റസൂൽ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതെ, ജിഹാദിനേക്കാളും കൂലി ഈ ദിവസങ്ങളിലെ അമലുകൾക്ക്, ജിഹാദിനേക്കാൾ പോലും കൂലി ഈ ദിവസങ്ങളിലെ അമലുകൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. എന്താ ജിഹാദിൻ്റെ കൂലി? അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ്റെ കൂലി എന്താ? സ്വർഗത്തിലെ ഉന്നതമായ ദറജയാണ്. എന്നിട്ട് റസൂൽ പറയാണ്, ഒരു ഷർത്ത് വെക്കുകയാണ്, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പോയത് എങ്ങനെയാണ്? ബിനഫ്സിഹി വമാലിഹി, അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ സമ്പത്ത് കൊണ്ടും, അല്ലേ? ആ യോദ്ധാവിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തുകയാണ്. അവൻ യുദ്ധത്തിന് പോകുന്നത്, ജിഹാദിനിറങ്ങിയത് അവൻ്റെ സമ്പത്ത് തന്നെ ഉപയോഗിച്ച, അത് വളരെ കുറച്ചേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ആളുകൾ ജിഹാദിന് പോകും, ദീനീ രംഗത്ത് പ്രവർത്തിക്കും, ജിഹാദിലേക്ക് എത്തും. എന്തുകൊണ്ട്? ആളുകളൊക്കെ ശേഖരിച്ച മുതലുമായിട്ട പല ആളുകളും എത്തുക.
ഇനി അവൻ നൽകും, തൻ്റെ ധനത്തിൽ നിന്ന് ഒരല്പം നൽകും. എന്നാൽ ഈ യോദ്ധാവോ തൻ്റെ മുഴുവൻ സമ്പത്തും ഉപയോഗിക്കുന്നു, തൻ്റെ ശരീരം ഉപയോഗിക്കുന്നു. അങ്ങനെ ജിഹാദിലേക്ക് അവൻ പോയിട്ട് എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ഫലം യർജ, അവൻ തിരിച്ചു വന്നിട്ടില്ല ബിഷൈൻ, ഒന്നുകൊണ്ടും. അഥവാ തൻ്റെ മുതലൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ചു, തൻ്റെ ശരീരവും റബ്ബിൻ്റെ മാർഗത്തിൽ ഷഹീദായി എന്ന നിലക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ യോദ്ധാവൊഴികെ ബാക്കി ജിഹാദിനേക്കാൾ കൂലിയാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് മറ്റൊരു ഹദീസിൽ അവിടുന്ന് ഉണർത്തുകയാണ്, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നമ്മൾക്ക് ചെയ്യാനുള്ളത് അതാണ് സഹോദരന്മാരെ, സഹോദരികളെ. ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കണം. വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് അധികരിപ്പിക്കണം. വത്തഹ്മീദ്, അൽഹംദുലില്ലകൾ അധികരിപ്പിക്കണം. തഹ്ലീലും തക്ബീറും തഹ്മീദും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബറുകൾ, അതേപോലെ തന്നെ അൽഹംദുലില്ലകൾ ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹ്ക്ക് ഇത്രത്തോളം ഇഷ്ടമുള്ള അമലുകൾ മറ്റൊരു ദിവസങ്ങളിലോ മാസങ്ങളിലോ ആഴ്ചകളിലോ എവിടെയുമില്ല. ഏത് അമലിനും അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ചെയ്യാത്തത് ചെയ്യാൻ തുടങ്ങണം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. എന്തുകൊണ്ട് ഈ കൂലിയൊക്കെ ലഭിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ദിവസങ്ങളിലാണ് ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദത്തു ഫീ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് ആരാധനകളുടെ പലതും സംഗമിക്കുന്നത്. 4 കാര്യങ്ങൾ എണ്ണുന്നു. വഹിയ അസ്വലാ വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ്, അല്ലേ? ഈ ദിവസങ്ങളിലാണ് നമസ്കാരവും നോമ്പും സ്വതക്കയും ഹജ്ജും, ഈ 4 കാര്യങ്ങളും ഒരുമിക്കുന്നത് ഈ ദിവസങ്ങളിലേ ഉള്ളൂ. നോമ്പ് പുണ്യമുള്ള മാസമാണ്, എല്ലാ നന്മകളും ചെയ്യാം. പക്ഷേ നോമ്പിന് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ഈ മാസമോ, ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ഈ 10 അവന് നോമ്പെടുക്കാം, ദാനം ചെയ്യാം, നമസ്കരിക്കാം, അതേപോലെ ഹജ്ജും ചെയ്യാം. അതുകൊണ്ട് ഹജ്ജിനെ കൂടി ആ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, അല്ലേ? ലോകത്തുള്ള ഹാജിമാരൊക്കെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് പലരും ഉംറ നിർവഹിച്ചു കഴിഞ്ഞു, പലരും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധമായ ഹജ്ജിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുണ്യഭൂമിയിൽ ഹറമുകളിൽ പ്രിയപ്പെട്ടവരെ മക്കയിലും മദീനയിലും ഹജ്ജിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, അല്ലേ? ഹജ്ജിൻ്റെ സമയത്ത് മിനായിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി. ആ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു അറഫ മൈതാനത്തെ നോക്കിക്കൊണ്ട് മലക്കുകളുടെ അഭിമാനം പറയുമെന്ന് നമ്മൾ ഹദീസുകളിലൂടെ പഠിച്ചവരാ. അള്ളാഹ് മലക്കുകളോട് പറയും, നോക്കൂ മലക്കുകളെ, എൻ്റെ അടിമകൾ ജാഊനി ശുഗസൻ ഗുബറാ, ലോകത്ത് പല കോണുകളിൽ നിന്നും മലപ്രദേശങ്ങൾ പോലും താണ്ടിക്കടന്നുകൊണ്ട് വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന ആണും പെണ്ണും മഹ്ശറിൽ സമ്മേളിക്കുന്നത് പോലെ ഒരേ വസ്ത്രത്തിൽ, ഒരേ വേഷത്തിൽ, ഒരേ തൽബിയത്തും ചൊല്ലി, ഒരേ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, പൊടിപുരണ്ട നിലക്ക്, ജടകുത്തിയ നിലക്ക് എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ അറഫ ഭൂമിയിൽ വെച്ച്, അറഫ മൈതാനത്തിലെ ആളുകളെ നോക്കിക്കൊണ്ടാണ്, അല്ലേ? ഇന്നവരെന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കും, എന്നോട് എന്ത് ചോദിച്ചാലും കൊടുക്കും, എന്നോട് എന്ത് പാപമോചനം തേടിയാലും അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു തആല അവൻ്റെ അടിമകളെ നോക്കിക്കൊണ്ട് പറയുന്ന ഈ ദിവസങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഈ പ്രസംഗം എങ്ങനെയെങ്കിലും കേൾക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എല്ലാവരോടും സൂചിപ്പിക്കുകയാണ്, ശേഷിയുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത മനുഷ്യൻ മാ ഹും ബിമുഅ്മിനീൻ, അവൻ മുഅ്മിനല്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു പറയാണ്. കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്ത മനുഷ്യൻ, അവന് തിരക്കാണ് പോലും, അവൻ്റെ സ്ഥാപനത്തിൽ ആളില്ല പോലും, എല്ലാ നിലക്കും സാധ്യതയുണ്ടായിട്ട്, സാധ്യത എത്തിയിട്ട് ഹജ്ജിന് പോകാത്ത മനുഷ്യർ ഗൗരവത്തോടുകൂടി ആ വിഷയം ശ്രദ്ധിക്കണം. ഏത് സമയത്താ രോഗങ്ങളും മരണങ്ങളും വരിക എന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ധാരാളമായി നാം നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സൗബാൻ അലൈക ബികസ്റത്തി സുജൂദി ലില്ലാഹ്,
ധാരാളമായിട്ട് നീ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്തോ, അഥവാ സുന്നത്തായ നമസ്കാരങ്ങൾ നീ അധികരിപ്പിച്ചോ. നീ ചെയ്യുന്ന ഓരോ സുജൂദിനും നിന്റെ ദറജ അള്ളാഹ് നിനക്ക് വേണ്ടി ഉയർത്തും. നിന്റെ പാപങ്ങൾ അള്ളാഹ് പുറത്തു തരും, നിന്റെ പാപങ്ങൾ കൊഴിയപ്പെടും. അതുകൊണ്ട് ധാരാളമായി സുന്നത്തായ നമസ്കാരങ്ങൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിച്ചോ. അല്ലേ, ചെയ്യാത്ത ളുഹാ നമസ്കാരം, സൂര്യൻ ഉദിച്ച് ഒരല്പസമയം കഴിഞ്ഞ് ളുഹറിൻ്റെ മുമ്പ്, അല്ലേ, ഒരു ഉച്ചയാകുന്നതിന് മുമ്പ് ആ നിലക്ക് നമ്മൾക്ക് അവസാനിപ്പിക്കാൻ അതിൻ്റെ ഉള്ളിൽ നമസ്കരിക്കുന്ന ഇളയുച്ച നേരത്തെ നമസ്കാരം, ഒന്നുകിൽ 2, അതല്ലെങ്കിൽ 4, അതല്ലെങ്കിൽ 6, അതല്ലെങ്കിൽ 8. ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ ചെയ്യാത്ത, ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്ത ആളുകളുണ്ടാകും. ഈ സമയത്ത് അത് തുടങ്ങിക്കോ, അത് ആരംഭിച്ചോ. സാധാരണ ദിവസങ്ങളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് ഈ 10 ദിവസങ്ങളിൽ ളുഹാ നമസ്കാരമാകട്ടെ സുന്നത്തായ നമസ്കാരങ്ങളാകട്ടെ നമസ്കരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പ്, ഈ ദുൽഹജ്ജ് മാസം അറഫ ദിവസം വരെ എല്ലാ ദിവസവും വേണമെങ്കിലും നമ്മൾക്ക് നോമ്പെടുക്കാം. നോമ്പ് അധികരിപ്പിക്കുക, വിശിഷ്യ അറഫ ദിവസത്തെ നോമ്പ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അല്ലാഹുവിൻ്റെ റസൂൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അൽ ഹിജ്ജ. ദുൽഹജ്ജ് മാസം 9 അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പെടുക്കുമായിരുന്നു. ഞാൻ എന്തിനാ ഈ ഹദീസ് കൽപ്പിച്ചത്? ദുൽഹജ്ജ് 9 ഒരുപക്ഷെ നമ്മുടെ രാജ്യവും നാം ജീവിക്കുന്ന ഈ നാടും നമ്മുടെ സ്വന്തം പ്രദേശങ്ങളും ഈ ദുൽഹജ്ജ് മാസപ്പിറവി കൊണ്ട് വ്യത്യസ്തമായിരിക്കാം. ഇന്ന് ദുൽഹജ്ജ് 1 പ്രദേശങ്ങൾ ഭൂമിയിലുണ്ടാകും. അവരെപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്? ലോകത്തുള്ള എല്ലാവരും അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദിവസമാണോ ആ നോമ്പ്? അല്ലാഹുവിൻ്റെ റസൂല് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അൽ ഹിജ്ജ. ദുൽഹജ്ജ് 9 അള്ളാഹുവിൻ്റെ റസൂൽ ആ നോമ്പെടുക്കുന്നത്. കേരളത്തിൽ എപ്പോഴാണോ ദുൽഹജ്ജ് 9 ആ ദിവസം അവർ നോമ്പെടുക്കും. അതേപോലെ പാകിസ്ഥാനിൽ എപ്പോഴാണോ ആ ദുൽഹജ്ജ് 9 ആ നിലക്ക് അവർ നോമ്പെടുക്കും. ഇതാണ് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ ഏറ്റവും നല്ല അഭിപ്രായം. ഹദീസിൽ നിന്നും ആ നിലക്ക് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സുന്നത്തായ നോമ്പുകൾ ഈ ദിവസങ്ങളിൽ നാളെ മുതൽ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തക്ബീറുകൾ അധികരിപ്പിക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും കൂടെ യഖ്റുജാനി ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോകും, മാർക്കറ്റിലേക്ക് പോകും. എന്നിട്ടോ ഈ ദിവസങ്ങളിലാണ് പോകുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ട് യുകബ്ബിറാനി, രണ്ടുപേരും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. അത് കേട്ടുകൊണ്ട് ആളുകളും തക്ബീർ ചൊല്ലും. പണ്ഡിതന്മാർ പറയുന്നു, നീയും തക്ബീർ ചൊല്ലണം. എന്തിനാ? പടച്ചറബ് ഏറ്റവും വലിയവനാണ് എന്ന് അള്ളാഹുവിനെ നീ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെ മാർക്കറ്റിലൂടെ നീ പോകണം. ആളുകൾ ചോദിക്കും, ഈ മനുഷ്യൻ എന്താ തക്ബീറുകൾ ചൊല്ലുന്നത്? അപ്പം മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും, ഇത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന്, തക്ബീറുകൾ ചൊല്ലുന്നത് സുന്നത്താണ് എന്ന് കേൾക്കുന്ന അവനും ചൊല്ലും. അങ്ങനെ ആളുകൾക്കിടയിൽ ഈ തക്ബീർ വ്യാപകമാകും. അതേപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മിനയിൽ പോയിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലുമായിരുന്നു എന്നും റിപ്പോർട്ടുകളിൽ കാണുന്നു. അങ്ങനെ തക്ബീറുകളും അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആ നിലയ്ക്ക് നമസ്കാരം, നോമ്പ്, തക്ബീറുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ, അതേപോലെ അൽഹംദുലില്ലാ, അതേപോലെ തന്നെ ധാരാളമായിട്ട് സ്വതക്ക നൽകാനും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് സ്വതക്ക നൽകുക. അത് അള്ളാഹ് പറഞ്ഞതാ, വഅൻഫിഖു മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ മുതലിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുക. അള്ളാഹ് തന്നതായി മുതൽ ധാരാളമായി ചെലവഴിച്ചോ. വിശിഷ്യ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നാം അറിയണം, നമ്മളോട് പക കാണിക്കുന്ന, നമ്മളോട് വിദ്വേഷത്തിൽ ജീവിക്കുന്ന എൻ്റെ കുടുംബക്കാരന് എൻ്റെ സ്വതക്കയുടെ വിഹിതത്തിലെ ആദ്യം ചെലവഴിക്കണം നമ്മൾ, അല്ലേ? നാം ചെലവഴിക്കുന്നു ആരോട്? നാം ചെലവഴിക്കുന്നത് പിടിച്ചു വെക്കുന്നു. തനിക്ക് ദേഷ്യമുള്ളവൻ പാവപ്പെട്ടവനാണെങ്കിലും അർഹതയുള്ളവനാണെങ്കിലും അവന് നമ്മൾ മുക്കാല് കൊടുക്കുന്നില്ല. സ്വതക്ക നൽകുമ്പോൾ നീ ആദ്യം പരിഗണിക്കേണ്ടത് നിൻ്റെ കുടുംബക്കാരെയാണ്. ആ കുടുംബത്തിലെ പട്ടിണി മാറ്റണം. ആളുകൾക്ക് നീ ദാനം ചെയ്തിട്ട് നിൻ്റെ ആളുകളോട് യാചിക്കുന്നൊരവസ്ഥയിലേക്ക് നീ വിട്ടുകിടക്കാൻ പാടില്ല. മറിച്ചോ ആ കുടുംബത്തിലെ പ്രയാസങ്ങൾ തീർക്കണം, ആളുകളുടെ പ്രയാസങ്ങളും തീർക്കണം. നിന്നോട് പകയുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് നിൻ്റെ ദാനമെത്തട്ടെ, സമ്മാനങ്ങളെത്തട്ടെ. ആ മനുഷ്യൻ്റെ പക തീരാനും നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിൻ്റെ ദറജ കൂടാനും അത് കാരണമായി തീരുമെന്ന് ഹദീസുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മുഹദ്ദിസീങ്ങൾ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദാനങ്ങളും ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കുക. അത് മുഖേന ബന്ധങ്ങൾ ചാർത്തുക, ബന്ധങ്ങൾ ചേർക്കുക. അതേപോലെ ഖുർആൻ പാരായണം, ഖിറാഅത്തുൽ ഖുർആൻ,
ധാരാളമായി നീ ഖുർആൻ ഓതണം. എന്തിനാ? അലിഫ് എന്നോതുമ്പോൾ 10 കൂലി കിട്ടുമെന്നറിയാം അല്ലേ? അലിഫ് ലാം മീം എന്നോതുമ്പോൾ 30 കൂലിയാണ്. അലിഫ് ഹർഫാണ്, ലാം ഹർഫാണ്, മീം ഹർഫാണ്. 30 കൂലിയാണ് ലഭിക്കുന്നത്. ഉയരുകയേ ഉള്ളൂ, കൂലി താഴ്ന്നു പോവുകയില്ല. നീ ഖുർആൻ ഓതണം. ഒരു ദിവസം 3 ജുസ് ഓതുന്ന ഒരു വ്യക്തിക്ക് ഈ 10 ദിവസം കൊണ്ട് ഖുർആൻ തീർക്കാൻ സാധിക്കുകയാണ് അല്ലേ? അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥം പഠിക്കാൻ ശ്രദ്ധിക്കുക, മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക, മക്കളെ പഠിപ്പിക്കാൻ, അതിൻ്റെ പേരിൽ മക്കൾക്ക് സമ്മാനങ്ങൾ നൽകാനും അങ്ങനെ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും പ്രിയപ്പെട്ടവരെ നീ പ്രേരണ നൽകുക. നാളെയുടെ ലോകത്ത്, പരലോകത്ത് വെച്ച് മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ പേരിൽ പോലും മഹ്ശറിൽ പ്രത്യേകമായ കിരീടമാണ് നിനക്ക് ലഭിക്കുന്നത്, പ്രത്യേകമായ വസ്ത്രങ്ങളാണ് രക്ഷിതാക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്തേ? ആ മക്കളെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്ക് ഇത്തരം പുണ്യങ്ങളിലേക്കും പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയോ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉളുഹിയ്യത്ത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ് ഈ സെൻറ്റർ അതിന് സൗകര്യം നൽകിയത്. ഇവിടെയാകട്ടെ നാട്ടിലാകട്ടെ എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന പ്രദേശത്ത് അത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഖൈർ, ഇല്ലെങ്കിൽ നാട്ടിൽ എവിടെയാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് എത്ര കാലം പ്രാർത്ഥിച്ചു. ഒരു മോനെ അല്ലേ, ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു മോനെ നൽകി. ആ മോൻ വലുതായി, വളർന്നു വലുതായി, ബാപ്പയോടൊപ്പം സഹായിക്കാനൊക്കെ ഒരു പ്രായമെത്തിയപ്പോൾ അള്ളാൻ്റെ കൽപ്പന വരികയാണ്, ഈ മോനെ അറുക്കണമെന്ന്. ഇബ്രാഹിം അത് ശിരസ്സാ വഹിക്കുന്നു. മോനോട് കാര്യം പറയുന്നു, മോനെ ഞാൻ ഉറക്കിൽ കാണുകയാണ് നിന്നെ അറുക്കുന്നത് അല്ലേ? വഹയിൻ്റെ ഏറ്റവും താഴ്ന്നതാണ് സ്വപ്നം. എന്നിട്ടും ഇബ്രാഹിം നബി മാറി ചിന്തിച്ചില്ല. അതെന്തോ മറ്റു സ്വപ്നങ്ങളായിരിക്കാം, അതല്ല, ഇത് ശരിക്കും യാഥാർത്ഥ്യത്തിലല്ല എന്നൊന്നുമല്ല ചിന്തിക്കുന്നു. മോനെ വിളിച്ചു പറയുന്നു. ആ മോൻ ബാപ്പാനോട് പറയാണ്, ബാപ്പാ ഇഫ്അൽ മാ തുഅ്മർ, അല്ല എന്ത് നിങ്ങളോട് കൽപ്പിച്ചോ നിങ്ങളത് ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹ് മിന സ്വാബിരി, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം അല്ലേ? ബാപ്പയോട് പറയാ. ഒരു കൈയിൽ കത്തിയും കയറും മറുകയിൽ മോനെയും പിടിച്ച് മിനായിലേക്ക് പോകുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്തിനാ? മോനെ അറുക്കാൻ. അള്ളാഹിൻ്റെ ഖുർആൻ പ്രയോഗിച്ച പദമില്ലേ അല്ലേ? ആ മോനെ ചെരിച്ചു കിടത്തി ആ കത്തി, അങ്ങ് മൂർച്ചയുള്ള കത്തി, ആ മോനെ അറുക്കാൻ വേണ്ടി ശരിക്കും വെക്കുന്ന നേരത്താ ഇബ്രാഹിം പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹ് പറയുന്നതും അറുക്കാൻ ഒരു ആടിനെ നൽകുന്നതും. നമ്മളോടല്ല പറയുന്നു, നിങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് തന്ന പണം, നിങ്ങൾ സ്നേഹിക്കുന്ന പണം, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അള്ളാൻ്റെ മാർഗത്തിൽ അറുക്കാൻ അത് നിങ്ങൾ ചെലവഴിക്കണം. എന്തിനാ? അള്ളാഹ്ക്ക് കുറേ ചോര കാണാൻ വേണ്ടിയിട്ടല്ല, ആളുകൾ കുറേ മാംസം കിട്ടാൻ വേണ്ടിയിട്ട് അതുമല്ല. എന്തിനാ? റസൂലുള്ളാഹി പറയുന്നില്ലേ, അള്ളാഹിൻ്റെ അടുക്കലേക്ക് അതിൻ്റെ രക്തമോ അതിൻ്റെ മാംസമോ ഒന്നും എത്തില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിലെ ഭക്തിയാ അള്ളാഹിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. അള്ളാഹ് പറഞ്ഞു എന്നോട് അറുക്കാൻ, അത് ഞാൻ അറുക്കുന്നു, എനിക്കതിന് കഴിവുണ്ട്, ഞാനത് അറുക്കുന്നു. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ അത് ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായിട്ട് അവർ മനസ്സിലാക്കണം അതിൻ്റെ പുണ്യം. താക്കീത് കൂടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്. മൻ കാന ലഹു സഅ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. മൻ കാന ലഹു സഅ, ആർക്കെങ്കിലും കഴിവുണ്ട്, ശേഷിയുണ്ട്, അൻ യുളഹി, ബലിയറുക്കാൻ, ഉളുഹിയ്യത്തറുക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടായിട്ട് ഫലം യുളഹി, അവൻ അത് അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, ദുൽഹജ്ജിന് 10 പെരുന്നാളിൻ്റെ ഈദ്ഗാഹിലേക്ക്, മുസല്ലയിലേക്ക് അവൻ അടുത്തു പോകരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ കഴിയോ? ഇവിടെ തന്നെ ചെയ്യുക. നാട്ടിൽ സൗകര്യങ്ങൾ അവിടെയാണോ നിങ്ങൾക്ക് കഴിയുന്നത്? അവിടെ ആ നിലയ്ക്ക് എവിടെയാണെങ്കിലും കഴിവുള്ള ആളുകൾ അത് പ്രിയപ്പെട്ടവരെ ചെയ്തേ മതിയാകുകയുള്ളൂ. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒരാളത് ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയോ? അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുക. ഇനി അതല്ല, ആടുകൾക്കില്ല, മാടുകൾക്ക് അല്ലേ ഷെയറായിട്ട് 7 വരെ പോകാം. 7 നിർബന്ധമാണെന്നില്ല. 6 ഷെയറാകാം, 5 ആകാം, 4 ആകാം, 3 ആകാം, 2 ആകാം, 1 ഒറ്റക്കുമാകാം. 7-നപ്പുറത്തേക്ക് മാടുകൾക്ക് ഷെയർ പാടില്ല. എങ്ങനെയാണോ സാധിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ അത് ചെയ്തേ മതിയാകൂ. കാലങ്ങളായി
ഇസ്ലാഹി സെൻറ്റർ അൽക്കോബാർ അതിൻ്റെ സൗകര്യങ്ങൾ ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാം. ഒരാളുടെ ഷെയർ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായും ആമുഖ ഭാഷണത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ വിഹിതത്തിൽ പ്രിയപ്പെട്ടവരെ അത് പ്രയോജനപ്പെടുത്താം. അല്ലേ? ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യേണ്ട മറ്റൊരു കർമ്മമാണിത്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മത് ചെയ്യുകയാണ്. ഹാജിമാരത് ചെയ്യുന്നു, നമ്മളും അത് ചെയ്യുന്നു. ഇനിയോ ആരെങ്കിലും ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖലത്തുൽ അശർ, ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണ്. ഇദാ ദഖൽതുൽ അശറ, ഈ ദുൽഹജ്ജ് മാസത്തിലെ 10ലേക്ക് നീ പ്രവേശിക്കുന്നു. വ അറാദ അഹദുക്കും, എന്നിട്ടോ നിങ്ങളിൽ ഒരാൾ ഉദ്ദേശിക്കുകയാണ് അയുളഹിയ, ബലിയറുക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫയുംസിക് അൻ ശഅരിഹി വ അൽഫാരി, അവനവൻ്റെ മുടി ഒന്നും എടുക്കാതെ പിടിച്ചു വെക്കട്ടെ, അവൻ്റെ നഖങ്ങളും പിടിച്ചു വെക്കട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, അവൻ്റെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ അതേപോലെ തൊലിയിൽ നിന്നോ അവനൊന്നും എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു മനുഷ്യൻ ഇന്നലെയാണ്, അഥവാ ഇന്ന് ദുൽഹജ്ജ് 1 പ്രവേശിച്ചല്ലോ, ഇന്നലെയാണ് അതല്ലെങ്കിൽ ഇന്നലേക്ക് മുമ്പാണ് ഒരാൾ ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നലെ ഈ ദുൽഹജ്ജ് 1 മുതൽ അത് അറുക്കുന്നത് വരെ അവൻ്റെ മുടിയോ നഖമോ തൊലിയോ അവൻ എടുക്കാൻ പാടില്ല. ഇനിയോ ഒരാൾ ഇപ്പോഴാണ് ഉദ്ദേശിക്കുന്നത്, ഇനി നാളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴാണോ അവൻ ഉദ്ദേശിക്കുന്നത് ആ സമയം മുതൽ ബലിയറുക്കുന്നത് വരെ അവൻ്റെ നഖമോ മുടിയോ തൊലിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഭർത്താവ് അറുക്കുന്നുവെങ്കിൽ ഭാര്യ എടുക്കാൻ പാടില്ല എന്നല്ല, ഭർത്താവ് സ്വന്തമായിട്ട് അറുക്കുന്നുവെങ്കിൽ, അതല്ല ഷെയർ ഉണ്ടെങ്കിൽ അത് ഭർത്താവിന് മാത്രമാണ് ബാധകം. ഇനി ഭാര്യയും പ്രത്യേകമായി അറുക്കുന്നു, ഇനി അതല്ല ഭാര്യയ്ക്കും ഷെയറുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഭാര്യയും എടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരു കുടുംബനാഥൻ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി നിയത്താക്കിയിട്ട ഷെയർ കൂടുന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട ഒരു ബലിമൃഗത്തെ ബലിയെറുക്കുന്നതെങ്കിൽ ആ കുടുംബനാഥനാണ് ഈ നിലക്കുള്ള മര്യാദകൾ പാലിക്കേണ്ടത്. അറിയാതെ അതല്ലെങ്കിൽ അറിയില്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ നഖം മുറിച്ചു പോയി, മുടിയെടുത്തു പോയി, ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഞാൻ മുടി മുറിച്ചില്ലേ, ഞാൻ നഖം മുറിച്ചില്ലേ, അതുകൊണ്ട് എൻ്റെ ഉളുഹിയത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. അതിന് പ്രത്യേകമായ പ്രായശ്ചിത്തമോ ഒന്നോ ഇല്ല പ്രിയപ്പെട്ടവരെ. ആ പുണ്യത്തിൽ ഒരല്പം കുറവുകൾ ഉണ്ടാകുന്നു എന്ന് മാത്രം. അതും അറിയാതെയാണെങ്കിൽ അള്ളാഹ് അവൻ ആ നിലക്കുള്ള പുണ്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ബാക്കിയാക്കിയേക്കാം എന്നൊക്കെ നാം മനസ്സിലാക്കുക. ഇതൊരു പ്രത്യേകമായ ഷർത്തായിട്ട് അതല്ലെങ്കിൽ ഒരു നിബന്ധനയായിട്ടല്ല, ഒരു ഏറ്റവും നല്ല മര്യാദയായിട്ടും സുന്നത്തായിട്ടും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്ക് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അറുക്കുമ്പോഴും മുടന്തുള്ളതും കാഴ്ച നഷ്ടപ്പെട്ടതും അതേപോലെ രോഗങ്ങളുള്ളതും വറ്റി വരേണ്ടതും ഇതൊന്നും അറുക്കാനും പാടില്ല. നമ്മൾക്കറിയാലോ അല്ലേ, റസൂൽ അത് പറയുന്നതും ഖുർആനിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ ഖലീൽ താൻ ഏറെ സ്നേഹിക്കുന്ന മോനെയാണ് അള്ളാഹ്ക്ക് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറായത്. ആ ഏറ്റവും സ്നേഹിക്കുന്ന ആ ബലിമൃഗത്തെയും റസൂലുള്ളാഹി പരിചയപ്പെടുത്തതും അങ്ങനെ തന്നെയാണ്. താൻ വാങ്ങി അതിനെ വളർത്തി അതിനോട് തൻ്റെ എല്ലാ സ്നേഹങ്ങളും എത്തി അതിനെ അറുക്കാൻ തോന്നാത്ത സമയം അല്ലേ, ആ ഒരു സന്ദർഭം എത്തുമ്പോഴാണ് നമ്മളതിനെ അറുക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് പുണ്യം അള്ളാഹ്ക്ക് വേണ്ടിയാണ് നാം ഈ ബലിയെറുക്കുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം. ആ ബലികർമ്മം അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുക. എനിക്ക് കഴിവുണ്ട്, എനിക്ക് ശേഷിയുണ്ട്, എൻ്റെ പണം പലരുടെയും കൈകളിലുണ്ട്, എൻ്റെ നാട്ടിലെ അക്കൗണ്ടിലുണ്ട്. ഇവിടെ ചോദിക്കുന്നു എന്തേ അറുക്കുന്നില്ല, കയ്യിൽ പണമില്ല. എന്തേ കയ്യിൽ പണമില്ലാത്തത്? ശമ്പളം കിട്ടുന്നതിൻ്റെ തലേ ദിവസം ആരോടെങ്കിലും ആ ശമ്പളത്തേക്കാൾ അപ്പുറം കടം വാങ്ങി നാട്ടിലേക്ക് കയറ്റി അയക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അല്ലേ. പണമുണ്ട്, നിനക്കും ഒരാൾക്കും ഉപകാരം കിട്ടാത്ത ആ നിലക്കുള്ള പണം നിൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അറുക്കണം. കഴിവുണ്ടായിട്ടും അറുക്കാത്തവർ എൻ്റെ മുസല്ലയോട് അടുക്കരുത് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ എല്ലാ നിലക്കും പ്രിയപ്പെട്ടവരെ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രദ്ധിക്കുക. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, അതേപോലെ പുണ്യങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കുക. എന്തിനാ? ഫദ്കുറൂനി അദ്കുറുക്കും. അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ചും ഓർക്കും, എന്നിലേക്ക് നടന്നെടുക്കുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കും. എന്നാലോ ഖുർആൻ തന്നെ പറയുന്നു, അവർ അള്ളാഹിനെ മറന്നപ്പോൾ അള്ളാഹു അവരെയും മറന്നു. അവർ അള്ളാഹിനോട് തന്ത്രം കാണിക്കുമ്പോൾ അതിനേക്കാൾ വലിയ തന്ത്രം അവരോട് അള്ളാഹ് കാണിക്കുന്നു. ഇതൊക്കെ അള്ളാഹിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്.
ആ നിലക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് റബ്ബിന് പൊരുത്തമുള്ള മനുഷ്യനായി അള്ളാഹുവെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമ്മൾക്ക് അവൻ നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായതും വലുതായതുമായ അബദ്ധങ്ങളൊക്കെ ഗഫൂറും റഹീമുമായ നാഥൻ നമുക്ക് പൊറുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹാജിമാർ ഒരുമിച്ചിരിക്കുന്നു. നാഥ, അവർക്കൊക്കെ ഏറ്റവും നല്ല നിലക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് സ്വപ്രദേശങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.